أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തണമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേതാക്കൾക്കോ അനുയായികൾക്കോ ഒന്നും പടച്ച റബ്ബിൻ്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവൻ്റെ പരലോക രക്ഷക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ അവനവൻ തന്നെ ആണും പെണ്ണും ഏത് സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണമെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമായതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ, ഇതിന് പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളെയും പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കുമ്പോൾ മറ്റുള്ള വിഷയങ്ങളിൽ കാണിക്കുന്ന താല്പര്യത്തെക്കാളേറെ താല്പര്യം കാണിക്കാറുണ്ട് പൊതുവെ ആളുകൾ.
അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടവരാണ് പ്രവാസികൾ. കുടുംബത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും നല്ല ആരോഗ്യവും നല്ല ദിവസങ്ങളുമൊക്കെ ബലി കഴിച്ച് ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി കത്തി 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 അവസാനം കരിന്തിരി കത്തി കെട്ടുപോകുന്നവരാണ് ഓരോ പ്രവാസിയും. ജീവിതത്തിൻ്റെ ചൂടും ചൂരുമുള്ള സമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവരോട് നിറഞ്ഞ കണ്ണുകളോടെ യാത്ര പറഞ്ഞ് മരുഭൂമിയിലേക്ക് താമസം മാറ്റിയവർ തളർന്ന് അവശരാകുമ്പോൾ സുഖിക്കുവാനുള്ള മനസ്സും ആരോഗ്യവും നഷ്ടപ്പെട്ട് 2-3 ബ്ലോക്കും സ്ട്രോക്കുമൊക്കെയായി തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആ നല്ല ഇന്നലകളെക്കുറിച്ച് സങ്കടമൊന്നുമില്ല. കാരണം അതൊക്കെ ചെലവഴിച്ചത് എൻ്റെ കുടുംബത്തിനു വേണ്ടിയാണ് എന്നത് നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് ഒരുപാട് നാളുകളുടെ പഴക്കമുണ്ട്. ഉമ്മ പറഞ്ഞത് ഒന്നും കേൾക്കുന്നില്ല എന്ന പരാതിയുമായി ഒരു പെൺകുട്ടിയെ ആ ഉമ്മയും ബാപ്പയും കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്റെ മാതാപിതാക്കൾ നിനക്കറിയോ? ആ കുട്ടി എന്നോട് ഇത്തിരി ധാർഷ്ട്യത്തോടു കൂടി തിരിച്ചു ചോദിച്ചത്, എന്ത് കഷ്ടപ്പാടാണ് എൻ്റെ ഉമ്മയും ബാപ്പയും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത്? അവളറിയില്ലല്ലോ. അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടിൻ്റെ ആഴം അവൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നീ നിന്റെ ജീവിതം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിന്റെ ഉമ്മ ആദ്യമായി അറിഞ്ഞത് വാതിൽപ്പടിയിൽ ഉമ്മ തലമിന്നി വീണപ്പോഴാണ്. വാതിൽപ്പടിയിൽ ഉമ്മ തലമിന്നി വീണപ്പോൾ ആളുകളൊക്കെ താങ്ങിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. ആ 1ാമത്തെ ദിവസം മുതൽ അനുഭവിച്ചു തുടങ്ങിയ കഷ്ടപ്പാടുകൾ അത് അറ്റമില്ലാതെ പോയി അവസാനം കണ്ണടക്കുമ്പോഴും സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും വേദനകളും ഉള്ളിലൊതുക്കിയാണ് ഓരോരുത്തരും ഭൂമിയോട് വിട ചോദിക്കുന്നത്. നമ്മളൊക്കെ മരിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ മരിച്ചാൽ ഞാൻ ഒറ്റപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടല്ലല്ലോ നമ്മളൊന്നും ഭയപ്പെടാറുള്ളത്. പടച്ചോനെ, ഈ സമയത്ത് ഞാനങ്ങോട്ട് മരിച്ചുപോയാൽ ചിറകുമുളക്കാത്ത എൻ്റെ കുട്ടികൾ, എന്താണ് ചെയ്യണമെന്നറിയാത്ത എൻ്റെ കുടുംബം, ഞാൻ ചെയ്തു വച്ച പ്രവർത്തികൾ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാത്ത കഴിവില്ലാത്ത എൻ്റെ അനന്തരാവകാശികൾ, എന്താകും പടച്ചോനെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അല്ലേ? ചെറിയ 2 കുട്ടികളുടെ ഉമ്മ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഇത്തിരി മോശമായ അവസ്ഥയിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ ICUവിലായി. മക്കൾ സ്കൂളിലായിരുന്നു. 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളാണ്. അവർ സ്കൂളിൽ പോയ സമയത്താണ് ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ നിന്ന് ഉമ്മ വാർഡിലേക്ക് മാറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, പിന്നെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒന്നും പറയരുത്, അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കരുത് എന്ന് പ്രത്യേകിച്ച് ബന്ധുക്കളോട് പറഞ്ഞു. വാർഡ് കിടക്കുമ്പോൾ കൂടെയുള്ള ആരോ പറഞ്ഞു, മക്കളെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, നമുക്ക് പോയിട്ട് ആ മക്കളെ ഒന്ന് കൊണ്ടുവന്ന് ഉമ്മാനെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഉമ്മാക്ക് സംസാരിക്കാൻ കഴിവ് തിരിച്ചു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഉമ്മാക്കൊന്നും പറയാൻ പറ്റൂല. ബന്ധുക്കൾ ആരോ 2 ആളെയും വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ പോയി.
ആ മക്കള് ആശുപത്രിയിലെത്തി. അവര് റൂമിൻ്റെ വാതിൽ തുറന്ന് വാതിൽക്കലെത്തിയപ്പോൾ ആ രോഗിയായ ഉമ്മയോട് ആരോ പറഞ്ഞു, ദാ ആരാ വന്നത് നോക്കിയേ. 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന തൻ്റെ കുട്ടികൾ, താനില്ലെങ്കിൽ രാത്രി ഒറ്റക്ക് ഉറങ്ങാത്ത തൻ്റെ മക്കൾ, താൻ ഭക്ഷണം വാരിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത മക്കൾ, താൻ കുളിപ്പിച്ചില്ലെങ്കിൽ കുളിക്കാത്ത മക്കൾ, ആ ചെറിയ മക്കൾ 2ആളും വാതിൽക്കൽ വന്ന് നിന്നപ്പോൾ ആ ഉമ്മ തല തിരിച്ച് ആ മക്കളെ ഒരു നോട്ടം, ആ ഒരൊറ്റ നോട്ടം, പിന്നെ വലിച്ച ശ്വാസം, അത് പുറത്തേക്ക് വന്നില്ല, അതവിടെ നിന്നു. ഡോക്ടർ വന്നു, ഓക്സിജൻ കൊടുത്തു, എന്തൊക്കെയോ ചെയ്തു, പക്ഷേ ആ ഉമ്മ പിന്നെ തിരിച്ചു വന്നില്ല. അല്ലേ? അത്രയും അഗാധമായി നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അത് കേൾക്കാൻ നമുക്ക് വല്ലാത്ത താല്പര്യമാണ്. പക്ഷേ എത്രമാത്രം സഹിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും ചില പ്രശ്നങ്ങളും ചില പ്രയാസങ്ങളും ചില ഭയപ്പാടുകളും ചില ഉത്കണ്ഠകളുമൊക്കെ ബാക്കിയായി കിടക്കുകയാണ്. നമുക്ക് സ്നേഹിക്കണമെന്നുണ്ട്, എല്ലാവർക്കും സ്നേഹിക്കണമെന്നുണ്ട്. പക്ഷേ സ്നേഹിക്കുവാൻ കഴിയാത്ത, മനസ്സിലുള്ളതുപോലെ അടുക്കുവാൻ കഴിയാത്ത, മനസ്സിലുള്ളതുപോലെ ഒന്നാവാൻ കഴിയാത്ത എന്തൊക്കെയോ ചില അതിർത്തികൾ നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുന്നവർ നിരാശരായിത്തീരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഭർത്താവിനെ കൊല്ലുവാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യമാരും, കാമുകിക്ക് വേണ്ടി ഭാര്യയെ ദയനീയമായിട്ട് കൊല്ലുന്ന ഭർത്താക്കന്മാരും, തങ്ങളുടെ ജീവിതത്തിന് മക്കൾ പ്രതിസന്ധികൾ തീർക്കുന്നു എന്ന് കാണുമ്പോൾ ആ മക്കളെ കൊന്നൊടുക്കുന്ന മാതാപിതാക്കളും, തൻ്റെ മാതാപിതാക്കൾ തൻ്റെ ജീവിതത്തിന് തടസ്സമാകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ആ മാതാപിതാക്കളെ ഒഴിവാക്കുവാൻ വേണ്ടി അവരെ നശിപ്പിക്കുന്ന മക്കളും, ഇവരൊക്കെ കൂടിയതാണ് പുതിയ വർത്തമാനകാലത്തെ കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരാദിയുണ്ട്, ഒരു വ്യാധിയുണ്ട്. എന്താ അറിയോ? കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര സ്നേഹം കിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ, എൻ്റെ മനസ്സിലുള്ളതുപോലെ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല. ഈ ഇരിക്കുന്ന ഒട്ടുമിക്ക മാതാപിതാക്കൾക്കും ഉള്ള ഒരു പരാതിയായി നമ്മൾ കേൾക്കാറുള്ളത്, മക്കളൊന്നും നമ്മളെ സ്നേഹിക്കുന്നില്ല, അവർക്കൊന്നും നമ്മളോട് വേണ്ടത്ര സ്നേഹമില്ല, കരുണയില്ല, ആർദ്രതയില്ല, ദയയില്ല, കാരുണ്യമില്ല. ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഔപചാരികമായ ബന്ധങ്ങൾ പോലെ ബന്ധങ്ങളൊക്കെ ഒരു രസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുക. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ചെറിയ കുട്ടിയായിരുന്നേ, രാവിലെ മദ്രസയിൽ പോകും മുമ്പ് ഉമ്മ ഒരു മൺപാത്രത്തിൽ ശർക്കര ചായ തരും, ശർക്കരപ്പൊടി ഇട്ട ചായ. അന്നൊക്കെ പഞ്ചസാര മുതലാളിമാരാ കഴിക്കുക. ആ ശർക്കര ചായ വലിച്ചു കുടിച്ച് പുസ്തകവും മുസാഫും ഒക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് മദ്രസക്ക് ഒരു ഓട്ടുണ്ട്. ഒരു ദിവസം ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നപ്പോൾ അടുക്കളയിൽ ഉമ്മല്ല, ഉമ്മാക്ക് പകരം വല്യമ്മയുള്ളത്. വല്യമ്മ ചായ വാർന്ന് നിന്നപ്പോൾ വല്യമ്മയോട് ചോദിച്ചു, ഉമ്മ എവിടെ? അപ്പോൾ വല്യമ്മ പറഞ്ഞു, ഉമ്മാക്ക് ഇന്നലെ രാത്രി ഒരു വേദനയായിട്ട് ഡോക്ടറെ അടുത്ത് പോയിരുന്നു, ഇപ്പം വന്ന് കിടന്നുറങ്ങിയിട്ടേ ഉള്ളൂ, ഉമ്മാനെ ഉണർത്തണ്ട. സത്യത്തിൽ അന്ന് കുടിച്ച ചായക്ക് മധുരമായിരുന്നില്ല, ഉപ്പുരസമായിരുന്നു. കണ്ണിൽ നിന്നും ഉറ്റുവീണ കണ്ണുനീരുകൊണ്ട് ഉപ്പുരസമായ ചായ കുടിച്ചിട്ട് മദ്രസയിലേക്ക് പോയപ്പോൾ മദ്രസയിലെത്തോളം കരഞ്ഞു. മദ്രസയിലെത്തിയപ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്താടാ കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മക്ക് സുഖമില്ല. ഉസ്താദ് എല്ലാ കുട്ടികളെയും വിളിച്ചു ചേർത്തിട്ട് പ്രാർത്ഥിച്ചു, ഷാക്കിറിൻ്റെ ഉമ്മാക്ക് അള്ള ശിഫയാക്കി കൊടുക്കട്ടെ. അപ്പം മനസ്സിന് നേരിയൊരു ആശ്വാസം തോന്നി. പിന്നെ മദ്രസ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുന്നുണ്ട്. വല്ലാത്ത സന്തോഷമായിരുന്നു അല്ലേ? ഉമ്മാക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ മണിക്കൂറുകളോളം കരഞ്ഞ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ, ഉമ്മക്ക് സുഖമില്ല, ബാപ്പക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടി അവൻ വലിയ കുട്ടിയോട് പറയും, ഉമ്മക്ക് സുഖമില്ലോലോ,
ബാപ്പാക്കും കൂടി സുഖമില്ലാതായാൽ, രണ്ടാളും ആശുപത്രിയിലായാൽ നമ്മൾ രക്ഷപ്പെട്ടീന്. കമ്പ്യൂട്ടറും ടെലിവിഷനും മൊബൈൽ ഫോണും ടാബും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ, ഓല് രണ്ടാളും ആശുപത്രിയിലായാൽ മതിയായിരുന്നു എന്ന് പരസ്പരം പറയുന്ന കുട്ടികളുള്ള വീടുകളായി നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ മാറിയിട്ടുണ്ട് അല്ലേ? സത്യമായിട്ടും എവിടെയാണ് തകരാറുകൾ സംഭവിച്ചത്? അതിനെക്കുറിച്ചൊരു ചെറിയ അന്വേഷണം. എന്താണ് പരിഹാരം? ഒരു ചെറിയ പരിഹാരവും 1.5 മണിക്കൂറാണ് എനിക്ക് വേണ്ടി നിശ്ചയിച്ച സമയം. ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് ഒട്ടും വൈകാൻ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പറയാനുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഏതൊരു കാര്യവും അത് മനോഹരമാകണമെങ്കിൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടാവണം. ഒരു ഫുട്ബോൾ കളി, ആ ഫുട്ബോൾ കളി മനോഹരമാവണമെങ്കിൽ വിശാലമായ മൈതാനത്ത് വെറുതെ എങ്ങനെ കളിച്ചാൽ ആ കളിക്കൊരു ഭംഗി ഉണ്ടാവില്ല. ഗോൾ പോസ്റ്റ് വേണം, അതിന് ഗ്രൗണ്ടിന് അതിർത്തി വേണം, സെൻട്രൽ ലൈന് വേണം, അതിന് പെനാൽറ്റിയുടെ ആ പോയിന്റ് വേണം, കോർണറുകൾ വേണം, അതിന് റഫറി വേണം, കളിയുടെ നിയമങ്ങൾ പാലിക്കണം, ഫൗളാകുമ്പോൾ ശിക്ഷ വേണം, ഓഫ് സൈഡ് വേണം, പെനാൽറ്റി വേണം. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കളിക്കുമ്പോൾ ആ കളി കാണാൻ നല്ല രസൈക്കാരം. അല്ലാതെ 10-20 ആൾക്കാർ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കിട്ടിയോല് പന്തും തട്ടി അങ്ങനെ പോവുകയാണെങ്കിൽ ആ കളിക്ക് ഒരു രസം ഉണ്ടാവില്ല. രാവിലെ തടിയൊക്കെ ഒന്ന് ഉഷാറാകാൻ വേണ്ടി കുറച്ചു നേരം കളിക്കാൻ പറഞ്ഞു, ഷട്ടിൽ ബാഡ്മിൻ്റൺ. അപ്പം അങ്ങനെ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കളിച്ചാൽ ഒരു മെച്ചമില്ല, നിങ്ങൾ കോർട്ട് വരച്ച് നെറ്റ് കെട്ടി അതിൻ്റെ നിയമപ്രകാരം കളിക്കും. അതെന്താ നിങ്ങളെ തട്ടിയാൽ പോരെ, എങ്ങനെയായാലും തട്ടന്നല്ലേ. അയാൾ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ കോർട്ടിട്ട് കണ്ട് കളിക്കി, അപ്പോഴാണ് ആ കളി കൊണ്ട് കാര്യം കിട്ടുക. അയാൾ പറഞ്ഞത് ശരിക്കും മനസ്സിലായില്ലെങ്കിലും കോർട്ട് വരച്ച് ശരിക്ക് പോയിന്റ് എടുത്ത് കളിച്ചപ്പോഴാണ് ആ കളി കൊണ്ട് ജീവിതത്തിൽ കാര്യം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു കാര്യവും അത് മനോഹരമാവണമെങ്കിൽ, അത് ഉപകാരപ്രദമാവണമെങ്കിൽ കൃത്യമായ നിയമത്തിൻ്റെ ഒരു ചട്ടക്കൂടുണ്ടായിരിക്കണം. അതിന് കുടുംബത്തിനും കൃത്യമായ നിയമത്തിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് പാലിക്കാതെ നമ്മളങ്ങനെ ഓൽക്ക് തോന്നിയ പോലെ ഓല്, നമുക്ക് തോന്നിയ പോലെ നമ്മൾ, കുട്ടിക്ക് തോന്നിയ പോലെ നമ്മളോല്, ഭാര്യയ്ക്ക് തോന്നിയതുപോലെ ഭാര്യ, ഭർത്താവിന് തോന്നിയതുപോലെ ഭർത്താവ്, ഉമ്മാക്ക് തോന്നിയത് ഉമ്മ, ബാപ്പാക്ക് തോന്നിയത് വാപ്പ, അങ്ങനെ ജീവിച്ചാലേ ആ കുടുംബ ജീവിതത്തിൽ ഒരു മനോഹാരിത ഉണ്ടാവില്ല. ആ കുടുംബത്തിൽ നിങ്ങൾ നോക്കിയ ഒരു വീട്, ഇപ്പം ഞാൻ എൻ്റെ വീട് ഒരു 2000-3000 സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ ഒരു ഹാള് വാർത്തിട്ടിട്ട് ഞാൻ പറഞ്ഞു, വിശാലമായ വീടായിക്കോട്ടെ, മക്കൾ ഇവിടെ കിടന്നോട്ടെ, ഉമ്മ ഇവിടെ കിടന്നോട്ടെ, ഭാര്യ അവിടെ കിടന്നോട്ടെ, ഞാൻ അവിടെ കിടന്നോട്ടെ, നല്ല വിശാലമായിട്ട് വെളിച്ചം കണ്ട് കിടക്കാലോ. എത്ര ദിവസം കിടക്കുക? റൂം വേണം, വാതിൽ വേണം, ജനൽ വേണം, ഓഫാക്കാൻ ലൈറ്റിന് സ്വിച്ച് വേണം, ചിലപ്പോൾ ഇരുട്ട് വേണം, ചിലപ്പോൾ വെളിച്ചം വേണം. ഇതൊക്കെ കൂടുമ്പോഴാണ് ഒരു വീട്ടിലെ ജീവിതം മനോഹരമാവുക. കുടുംബം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും എപ്പോഴും കയറി ചെന്ന് എപ്പോഴും ഇറങ്ങിപ്പോരാവുന്ന ഒരു പന്തലാണ് നമ്മുടെ വീടെങ്കിൽ ആ വീട്ടിൽ കുടുംബജീവിതം നടക്കൂല. നോക്കി നിങ്ങൾ, വിശുദ്ധ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. 3 സമയം. ആ സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടികൾ പോലും നിങ്ങളുടെ റൂമുകളിലേക്ക് നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ കിടക്കാൻ പാടില്ല. എങ്ങനെ? എൻ്റെ റൂമിലേക്ക് എൻ്റെ കുട്ടിക്ക് കിടക്കണമെങ്കിൽ വാതിലിൽ കൊട്ടി ഞാൻ വരട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ ആ കുട്ടിക്ക് എൻ്റെ മുറിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇത് വരണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഓ മടങ്ങിപ്പോവും വേണം. ഏതാണ് 3 സമയം? 1 ളുഹർ നിസ്കാരത്തിന് ശേഷം, ഭക്ഷണത്തിന് ശേഷം ആ വിശ്രമിക്കാനുള്ള കടത്താണ്. 2 ഇശാ നിസ്കാരത്തിന് ശേഷം ഉറങ്ങുവാനുള്ള കടത്തമാണ്. 3 സുബഹി നമസ്കാരത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആ ഉണരുവാൻ സമയമായി എന്നാൽ ഉണർന്നിട്ടില്ലാത്ത ആ സമയമാണ്. ഈ 3 സമയത്തിനും നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ചില പ്രാധാന്യങ്ങളുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല പറയണേ, ആ സമയത്ത് നിങ്ങളുടെ സ്വന്തം മക്കള് നിങ്ങളുടെ റൂമിലേക്ക് കയറണമെങ്കിൽ അവർ നിങ്ങളോട് അനുവാദം ചോദിക്കട്ടെ എന്നാ. നമ്മളെ മക്കളാണ്, നമ്മളെ കട്ടിലിൽ നമ്മളൊപ്പം കിടക്കണ, നമ്മളെ പുതപ്പിൻ്റെ ഉള്ളിൽ നമ്മളെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്ന നമ്മുടെ മക്കള് ഈ 3 സമയത്ത് നമ്മുടെ റൂമിലേക്ക് കയറണമെങ്കിൽ അവർ അനുവാദം ചോദിക്കണം അല്ലേ? അത്രമാത്രം കൃത്യമായ നിയമങ്ങൾ കൊണ്ട്
മനോഹരമായ ചട്ടക്കൂടുകൾ കൊണ്ട്, അതിവിദഗ്ധമായ അതിർത്തികൾ കൊണ്ട് കുടുംബജീവിതത്തിനെ മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ മതം. ആ മനോഹരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാം കുടുംബത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മനോഹരമായി തീരും. പണമില്ലെങ്കിലും, പദവിയില്ലെങ്കിലും, ആവശ്യമായ സൗകര്യങ്ങളില്ലെങ്കിലും, പന്തലിലാണ്, ഒറ്റമുറിയിലാണ്, ഭക്ഷണം കഴിക്കാതെ വെറും നിലത്താണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിലും നമ്മുടെ ജീവിതം അത് മനോഹരമായി തീരും. അവിടെ പ്രായത്തിൻ്റെ പ്രശ്നമില്ല, അവിടെ പണത്തിൻ്റെ പ്രശ്നമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് 63 വയസ്സ് പൂർത്തിയായതിനു ശേഷം. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകന് 63 വയസ്സ് പൂർത്തിയായി. ആ റബീഉൽ അവ്വൽ മാസത്തിലാണ് അള്ളാന്റെ ഹബീബ് മരിക്കുന്നത്. അന്ന് റസൂലുള്ളാഹിന്റെ വയസ്സ് 63. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവിയുടെ വയസ്സ് 18 വയസ്സ്. യുവത്വത്തിൻ്റെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെ ആയിഷ ബീവി ജീവിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത്. എന്നിട്ടും ആ മരണപ്പെടുന്ന 63 വയസ്സ് കഴിഞ്ഞ തൻ്റെ ഭർത്താവ് ആ മരണപ്പെടുന്ന സമയത്തുള്ള മനോഹരമായ ചില ഓർമ്മകൾ ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഓർക്കുകയാണ്. എന്താ പറഞ്ഞറിയോ? എൻ്റെ ഉമിനീര് എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമിനീരുമായി കൂടിച്ചേർന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. ആര്? 63 വയസ്സ് കഴിഞ്ഞ പ്രവാചകന്റെ ഉമിനീരിലേക്ക് 18കാരിയായ ആയിഷയുടെ ഉമിനീര് കൂടിച്ചേർന്നതേ ആയിഷ ബീവി മറക്കൂല. ആ ധന്യ മുഹൂർത്തം നെഞ്ചിലേറ്റി നടക്കുകയാണ് ആയിഷ. എന്താ സംഭവം എന്നറിയോ? പ്രവാചകൻ രോഗിയായി കിടന്നപ്പോ, മരണാസന്നനായി കിടന്നപ്പോ പ്രവാചകനെ കാണാൻ വേണ്ടി ഒരു സന്ദർശകൻ വന്നപ്പോ അയാളുടെ കീശയിൽ ആ പല്ല് തേക്കുന്ന ഒരു അറാക്കിന്റെ കഷ്ണം ഉണ്ട്. കണ്ടില്ലേ? പല്ല് തേക്കുന്ന ഒരു അറാക്ക് മരത്തിന്റെ കഷ്ണം അത് കീശയിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറാക്കിന്റെ കഷ്ണത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ആ മനുഷ്യന് മനസ്സിലായി പ്രവാചകന് ഇത് കിട്ടിയാൽ കൊള്ളാ എന്നുണ്ട്, പ്രവാചകൻ ഇത് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് തോന്നി. അയാൾ അത് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ സാധനം കൊണ്ട് പല്ല് തേക്കണമെങ്കിലേ അതിൻ്റെ തലഭാഗം കടിച്ച് ചവച്ച് സോഫ്റ്റാക്കണം, അല്ലെങ്കിൽ കല്ലുമ്മ കുത്തിച്ചതച്ച് സോഫ്റ്റാക്കണം, എന്നാലേ പല്ലേക്കാൻ പറ്റുള്ളൂ. പ്രവാചകന് രണ്ടിനും വയ്യ, തളർന്ന് അവശനായിട്ടാ കിടപ്പ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ആയിഷ എന്തെങ്കിലും ചെയ്യണം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഇംഗിതം മനസ്സിലാക്കി അവിടുത്തെ കയ്യിൽ നിന്ന് ആ അറാക്കിന്റെ കഷ്ണം വാങ്ങി സ്വന്തം വായിലിട്ട് അത് നന്നായിട്ട് കടിച്ച് ചവച്ച് അത് പദം വരുത്തി സോഫ്റ്റാക്കിയ ശേഷം അത് കഴുകാൻ ശ്രമിക്കുമ്പോൾ ആയിഷയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ പല്ല് തേക്കാൻ തുടങ്ങി. തൻ്റെ ഉമിനീര് കൊണ്ട് നനഞ്ഞ ആ അറാക്കിന്റെ കഷ്ണത്തിലെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമിനീര് കൂടിച്ചേരുന്നത് നിർവൃതിയോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹ നോക്കി നിന്നു. അവർക്ക് പാർക്കാൻ കൊട്ടാരമില്ലായിരുന്നു. ഈത്തപ്പന ഓല കൊണ്ട് മറച്ച, ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ മദീന പള്ളിയുടെ സൈഡിലേക്ക് കെട്ടിയിറക്കിയ ഒറ്റമുറി വീട്ടിൽ വെറും മണലിലായിരുന്നു അവർ കിടന്നുറങ്ങിയത്. പക്ഷേ അവരുടെ ജീവിതം മനോഹരമായിരുന്നു, അല്ലേ? അപ്പോ മനസ്സിൻ്റെ അടുപ്പവും സ്നേഹവും അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതം മനോഹരമായി മാറുന്നത്. അതെങ്ങനെ ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻ ആയാതിഹി, ശരിക്ക് കേൾക്കണം നിങ്ങളെ, വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സൂര്യൻ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്ത, ചന്ദ്രൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്ത, പർവ്വതങ്ങളും സമുദ്രങ്ങളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹ് എണ്ണുകയാണ്. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇണയെ ഉണ്ടാക്കി തന്നു, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കും ആ ഇണക്കും ഇടയിൽ അല്ലാഹു തആല മവദ്ദത്തും റഹ്മത്തും നിക്ഷേപിച്ചു.
എന്താ മവദ്ദത്തും റഹ്മത്തും? മവദ്ദത്ത് എന്ന് പറഞ്ഞാലേ പണ്ടുള്ള കാലത്ത് നമ്മളെ ഉമ്മാരൊക്കെ ഓൻ എന്നോട് കൃപല്ല എന്ന് പറയില്ലേ, ആ കൃപക്ക് പറയുന്ന പേരാ മവദ്ദത്ത്. അങ്ങേ അറ്റത്തെ മനസ്സിൻ്റെ ഏറ്റവും അഗാധമായ ബന്ധാണ്. അങ്ങനെ ഒരു മാനസികമായ ബന്ധവും ഒരനുഗ്രഹവും കാരുണ്യവും ഈ ഇണകൾക്കിടയിൽ അല്ലാഹു തആല നിശ്ചയിച്ചതാ. അത് അള്ളാഹിൻ്റെ കിട്ടണം, അത് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടൂല. ആ ബന്ധമുണ്ടല്ലോ, ഇണകൾ തമ്മിലുള്ള ബന്ധം, അത് അള്ളാഹുവിൻ്റെ അടുക്കന്ന് കിട്ടേണ്ടതാ. ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന കല്യാണത്തിന് കല്യാണപ്പന്തലിൻ്റെ വെള്ളശീലകൾ അഴിച്ചുമാറ്റും മുമ്പ് കഴുത്തിലെ മഹർമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവർ അള്ളാഹുവിൻ്റെ ആ മവദ്ദത്തും റഹ്മത്തും കിട്ടാത്തവരാ. തൻ്റെ ഇണയുടെ കൂടെ കിടക്കുമ്പോഴും തൻ്റെ ഇണയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോഴും മനസ്സിൽ മറ്റു ചില മുഖങ്ങളുമായി ജീവിക്കുന്നവർ അള്ളാഹുവിൻ്റെ മവദ്ദത്തും റഹ്മത്തും കിട്ടാതെ പോയവരാ. ആ മവദ്ദത്തും റഹ്മത്തും കിട്ടിയാണ്ടല്ലോ ജീവിതം ധന്യമായി, അത് മനോഹരമായി. അതാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റിയെടുക്കുന്നത്. അത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു ഏർപ്പാടാണ്. അള്ളാഹിൻ്റെക്കെന്ന് കിട്ടണം, വേറെ എവിടുന്നും കിട്ടൂല. അള്ളാഹിൻ്റെക്കെന്ന് കിട്ടിയോ അത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. ഒരു ഉമ്മ എന്നോടൊരു കഥ പറഞ്ഞേ. ഒറ്റ മോളുള്ളൂ. ആ മോളെ കല്യാണത്തിൻ്റെ തലേ ദിവസം വീട്ടിലിങ്ങനെ തിരക്കിട്ട ചില പ്രവൃത്തികളും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പ വിളിച്ചു പറഞ്ഞത്രേ, വരാന്തയിൽ ഒരു കോഴി കാഷ്ടിച്ചു പോയിട്ടുണ്ട്, അതൊന്ന് വൃത്തിയാക്കിക്കളാന്ന് ബാപ്പ അടുക്കളയ്ക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഉമ്മ അടുക്കളയിലെ തിരക്കിലാണ്. അപ്പോൾ ഉമ്മ റൂമിൽ വെറുതെ ഇരിക്കുന്ന മോളോട് പറഞ്ഞ, എടി അവിടെ കോഴി കാഷ്ടിച്ചിട്ടുണ്ട്, അതൊന്ന് വൃത്തിയാക്കിക്കാന്ന് ഉമ്മ മോളോട് പറഞ്ഞ്. മോള് പറഞ്ഞ, ഈ കോഴി കാഷ്ടിച്ചത് ഞാൻ വൃത്തിയാക്കൂല, എൻ്റെ കൈയൊക്കെ മൈലാഞ്ചിട്ട കൈയാണ്, ഞാൻ വൃത്തിയാക്കൂല പറഞ്ഞ് ഓള് വാതിൽ ഉറക്ക അടച്ച്. പാവമ്മ അടുക്കളയിൽ നിന്ന് വന്ന് അതൊക്കെ വൃത്തിയാക്കി ഉമ്മ അടുക്കളയിലേക്ക് തിരിച്ചുപോയി. ഇത് നാടകത്തിൻ്റെ ഒന്നാം രംഗം. ഇനി അവസാനത്തെ രംഗം പറഞ്ഞുതരാം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മകളെ കെട്ടിച്ചയച്ച വീടും മകളുടെ അവസ്ഥയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്മയും ബാപ്പയൊക്കെ ഒന്ന് പോകലുണ്ടല്ലോ അല്ലേ, അടുക്കള കാണാനോ വരാന്ത കാണാനോ എന്തോ ആവോ. എന്തായാലും മകളെ കെട്ടിച്ച വീട്ടിക്ക് അവളെ അവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു പോക്കുണ്ട്. അങ്ങനെ അപ്പോൾ വാപ്പ പറഞ്ഞ്, നമ്മൾ ഏതെങ്കിലും ഒരു നേരത്ത് ചെന്നാൽ വീട്ടുകാർ നമുക്ക് വേണ്ടി ഒരുങ്ങും, അതുകൊണ്ട് ഓല അറിയിക്കണ്ട, നമുക്ക് സുബ്ബൈൻ്റെ സമയത്ത് നേരത്തെ ചെന്നുകാണ്ട് വേഗം മടങ്ങിപ്പോരാ. രണ്ടാളും പാടെ മോളെ കെട്ടിച്ച വീട്ടിലേക്ക് അതിരാവിലെ സുബൈ നിസ്കാരത്തിൻ്റെ സമയത്താണ് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ആ ഉമ്മാനെയും ബാപ്പാനെയും അത്ഭുതപ്പെടുത്തി. വീടിൻ്റെ മുറ്റത്ത് അയലുകളിൽ മുഴുവൻ തുണിയും കുപ്പായും ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ വളരെ വൃത്തിയായിട്ട് അലക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഉമ്മ വിചാരിച്ചു, പടച്ചോനെ, എൻ്റെ മോള് മടിയെത്തിയ, ഒരു പണി എടുക്കാത്ത മടിയെത്തിയ എൻ്റെ മോള്, അവൾ വന്നുപെട്ട വീടെന്തായാലും നല്ല വീട് തന്നെ. സുബൈക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ അലക്കി തേച്ച് വൃത്തിയാക്കണമെങ്കിൽ ആ വീട്ടിലെ ഉമ്മ എന്തായാലും നല്ലൊരു ഉമ്മ ആവണം, എൻ്റെ മോള് കുടുങ്ങിയത് തന്നെ എന്നാ ഉമ്മ മനസ്സിൽ വിചാരിച്ച്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ആ വീട്ടിലത്തെ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ സുബൈൻ്റെ സമയത്ത് എങ്ങനെ അലക്കലും കുളിക്കലൊക്കെ ഇപ്പം തന്നെ നടക്കുമോ, രാവിലെ തന്നെ എത്ര കലക്കാൻ പറ്റുമോ? അപ്പോൾ ആ വീട്ടിലത്തെ ഉമ്മ പറഞ്ഞ്, എനിക്കും അത്ഭുതം, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ എങ്ങനെ കിട്ടുമോ, ഇത്ര രാവിലെ കലക്കി വൃത്തിയാക്കാൻ മാത്രം പെൺകുട്ടികളെ കിട്ടുമോ, നിങ്ങളെ മോളെ കിട്ടിയത് എനിക്കൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഈ മോളമ്മ നെട്ടിക്കണ്. വീട്ടിൽ വെച്ച് ഒരു തോർത്തുമുണ്ട് പോലും അലക്കാത്ത മോളാണ് ഇതിങ്ങനെ സുബൈക്ക് മുമ്പ് തന്നെ അലക്കി മുറ്റൊക്കെ അങ്ങനെ മുതലക്കുളം മൈതാനിയുമായിരിക്ക് മൊത്തം ഇങ്ങനെ അലക്കിയിട്ടേക്കുക. അപ്പോൾ ഉമ്മ മോളോട് ചോദിച്ചു, എന്താ മോളെ പറ്റിയത് എനിക്ക്? അപ്പോൾ മോള് കാര്യം പറഞ്ഞേ, കല്യാണത്തിൻ്റെ അന്ന് എന്തോ ഭക്ഷണത്തിലെന്തോ പ്രശ്നം ഉണ്ടായിട്ട് ആദ്യ രാത്രി തന്നെ ഭർത്താവിന് വയറ്റുനോക്കുണ്ടായി. വയറ്റുന്നാണ് പോയിട്ട് പോകുക എന്ന് പറയാനും കൂടി നേരല്ല. അങ്ങോട്ട് പോയിട്ട് ബെഡിലും പുതപ്പിലും കിട്ടാവുന്ന തുണിയൊക്കെ അവൾ മാറ്റിക്കൊടുത്ത് ബെഡ്ഷീറ്റ് ബാത്റൂമിൻ്റെ എല്ലാം മുഴുവൻ ആണ് വയറ്റുന്ന അങ്ങോട്ട് പോയിട്ട് ഇവൾ പാവം വീട്ടുകാരെ അറിയിക്കാതെ തൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു അവസ്ഥ മറ്റുള്ളവരെ അറിയിക്കാതെ ഓരോന്ന് അലക്കി വീട്ടുമുറ്റം മുഴുവനും തൂക്കിട്ടേക്കുക. കഥയുടെ സമാപനം എന്താ? നിങ്ങൾ
ഒരു കോഴി കാഷ്ടിച്ചത് കോരിക്കളയാൻ പറഞ്ഞിട്ട് അറപ്പുകൊണ്ട് കോരിക്കളയാതെ റൂമിനുള്ളിലേക്ക് ഓടിപ്പോയ പെൺകുട്ടി ഒരൊറ്റ രാത്രിയുടെ പരിചയം മാത്രമുള്ള ഒരാൾക്ക് വേണ്ടി അയാളുടെ മലമൂത്ര വിസർജ്യങ്ങൾ മുഴുവനും ഒരു പരാതിയുമില്ലാതെ അവൾ കഴുകി വൃത്തിയാക്കുമ്പോൾ അവർ തമ്മിൽ രൂപപ്പെട്ട ഒരു ബന്ധത്തിൻ്റെ ഒരു ഉറപ്പുണ്ട്. അതാണ് അല്ലാഹു അവർക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കുന്ന. അല്ലേ, എത്ര ക്ഷീണിച്ച് കഷ്ടപ്പെട്ട അവശരായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് 50 ആൾക്കാരുടെ ചെരുപ്പുണ്ടെങ്കിലും എടീന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളി കേൾക്കാൻ ഭാര്യ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശൂന്യത ഉണ്ട്. അത് നികത്താൻ ഈ ഭൂമിയിലെ 800 കോടി മനുഷ്യന്മാർ വിചാരിച്ചാൽ നടക്കൂല. അല്ലേ, ജീവിത പങ്കാളിയിൽ അള്ളാഹു നൽകുന്ന ഒരു മവദ്ദത്തും റഹ്മത്തും അതിങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ പിന്നെ എല്ലാം മനോഹരമായി. ഒരു തമാശ പറയാറുണ്ട്. ഒരാള് കാര്യമായിട്ട് തുണിയും കുപ്പായൊക്കെ മാറ്റി റോഡിലൂടെ അങ്ങനെ അങ്ങാടിക്ക് നടക്കുമ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയി. ആ ബസ്സിൽ നിന്ന് ഏതോ ഒരു പെണ്ണങ്ങോട്ട് ഛർദിച്ചപ്പോൾ 250 ഗ്രാം തൂക്കമുള്ള ഒരു തക്കാളി കഷ്ണം മൂപ്പര കുപ്പായത്തിൻ്റെ കയ്യുമ്മേ മണത്തിട്ട് ആ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ വയ്യ. ഛർദിച്ചതേ അണ്ടാറടക്ക ആരാ ഓരോരുത്തർ രാവിലെ തന്നെ ബസ്സിൽ കയറി മനുഷ്യനെ ഇയാളിങ്ങനെ പിടിച്ചുകാണ്ട് എവിടെ ഒരു പൈപ്പുള്ളത് ഇത് കഴുകാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. അപ്പോൾ ബേക്കുന്ന ഒരാൾ വിളിച്ച് കാക്കേ എന്തേ പറ്റിയേ? ബസ്സിൽ നിന്ന് ഏതോ ഒരു ആകപ്പാടെ മനുഷ്യനെ നാശാക്കാൻ വേണ്ടി ഛർദിച്ച്. അപ്പോൾ ആ ബേക്കത്തെ ആൾ ചോദിച്ചേ, അല്ല ഈ ഛർദിച്ചത് ആരാ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല. ഏതോ ഒരു പെണ്ണൊന്നല്ല, നിങ്ങളെ പെണ്ണുങ്ങൾ ഓളെങ്ങട്ടാ പോണേ? ഓളാണ് ആ ഛർദിച്ചത്, ഞാൻ കണ്ടു. ഓള് ഉറപ്പാ ഓളഞ്ഞ എന്നാ പിന്നെ സാരല്ല, വൈകുന്നേരം പെരയിൽ പോയിട്ട് കകാറിന്. തക്കാളി രണ്ടും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് തന്നെയാ. അതിൻ്റെ ഭാര്യ ഛർദിച്ചാലും മറ്റോള് ഛർദിച്ചാലും രണ്ടും തക്കാളി തന്നെയാ. പക്ഷേ എൻ്റെ ഭാര്യയുടേതാണെങ്കിൽ അതെന്താണെങ്കിലും അത് സഹിക്കാനും അത് ക്ഷമിക്കുവാനും എൻ്റെ മനസ്സിനൊരു ശക്തി ഉണ്ടേ. ആ ശക്തി അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാ. അത് കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതം അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾക്കുള്ളിലുള്ള ജീവിതമാവണം. അങ്ങനെയാകുമ്പോൾ വയസ്സ് പ്രശ്നമല്ല. എത്ര വയസ്സാകും തോറും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും കാരുണ്യവും അതങ്ങനെ കൂടി നിങ്ങളുടെ ജീവിതം മനോഹരമായി വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ വയസ്സായ വാപ്പാനിമ്മാനും ശ്രദ്ധിച്ചു നോക്കേണ്ടി. ഭയങ്കര സ്നേഹിക്കാറ് ഓല് രണ്ടാളും റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നാലേ നേരം വെളുക്കോളം വർത്താനം പറഞ്ഞാലും കുരു അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇപ്പുറത്തെ റൂമിലുള്ള മക്കൾക്കും മരുക്കൾക്കും തോന്നും എന്താ പോൽക്ക് ഇത്രത്തോളം പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വയസ്സാകും തോറും ആ സ്നേഹത്തിൻ്റെ ബലം ഇങ്ങനെ കൂടി വരും. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ KK മുഹമ്മദ് സുല്ലമി പറയാറുണ്ടായിരുന്നു, ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് കുറുന്തോട്ടി പോലെയാണെന്നാ. ഉണങ്ങുന്തോറും അതിൻ്റെ ബലം ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്ന. നമ്മളൊക്കെ വരാന്തയിൽ മക്കളും ഉമ്മയൊക്കെ ഇരിക്കുക. ബാപ്പ അങ്ങോട്ട് വന്നിട്ടില്ല അങ്ങാടിയിൽ നിന്ന്. 9 മണിയായപ്പോൾ മക്കൾ ഓരോരുത്തർ കിടക്കാൻ പോവുക. എന്നാ പോയി കിടക്കല്ലേ, ബാപ്പ അങ്ങോട്ട് വന്നോളൂ. ആരൊക്കെ പോയാലും ആ വരാന്തയിൽ ദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരാളുണ്ടാവും. അതാരാന്നറിയോ? അത് ഉമ്മയ്ക്കാരും. ഉമ്മാക്ക് ബാപ്പ വരാതെ, ബാപ്പ വന്ന് ചോറ് വിളമ്പി കൊടുക്കാതെ ആ ഉമ്മാക്ക് ഉറക്കാൻ കഴിയില്ല. അത് ആ ബന്ധത്തിൻ്റെ ഒരു ഉറപ്പാണ്. അല്ലേ, ഞാനൊരു TV-യിലെ അഭിമുഖത്തിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളൊക്കെ പ്രവാസികളാണല്ലോ. ആ പ്രവാസികളുടെ മനസ്സിലേക്ക് ഞാനൊരു കാര്യം സാന്ദർഭികമായിട്ട് പറയാം. ഒരു TV അഭിമുഖത്തിലെ ഞാൻ ഒരു വൃദ്ധസദനത്തിൻ്റെ നടത്തിപ്പുകാരിയായ ഒരു കന്യാസ്ത്രീയുമായുള്ള അഭിമുഖം നടത്തുന്ന ആൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അനുഭവത്തിൽ ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യനാരാണ്? ചോദ്യം പ്രസക്ത. ഒരുപാട് മനുഷ്യൻ്റെ കഷ്ടപ്പാട് കണ്ട സ്ത്രീയാ. അവരോടാ ചോദിക്കണേ, നിങ്ങളുടെ അനുഭവത്തിൽ ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യനാരാണ്? ആ ചോദ്യത്തിന് ആ വൃദ്ധസദനത്തിൻ്റെ നടത്തിപ്പുകാരിയുടെ മറുപടി എന്താണെന്ന് നിങ്ങൾ, വാർദ്ധക്യകാലത്ത് ഭാര്യ മരിച്ചുപോയ ഒരു ഭർത്താവ്. എങ്ങനെ? വാർദ്ധക്യകാലത്ത് ഭാര്യ നേരത്തെ മരിച്ചുപോയി ഒറ്റപ്പെടുന്ന ഒരു ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവ് അനുഭവിക്കുന്ന അത്രയും വേദനയും കഷ്ടപ്പാടും ഈ ദുന്യാവിൻ്റെ മേലെ വേറെ ഒരാളും അനുഭവിച്ചിട്ടില്ല എന്നാ. എന്നിട്ട് ആ സ്ത്രീ ഒരു ഉദാഹരണം പറഞ്ഞേ. ഭർത്താവിൻ്റെ നിഴലായി ജീവിച്ച ഒരു ഭാര്യ, രണ്ടാളും വളരെ സുന്ദരമായി ജീവിക്കെ ആ ഭാര്യ മരിച്ചുപോയി. ഈ ഭർത്താവിനെ സംബന്ധിച്ച്
തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഭാര്യയോട് പറയേണ്ടി വന്നിട്ടില്ല. ഓരോന്നും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഭാര്യ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ. ഒന്നുപോലും എടി അതെവിടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഭർത്താവിനുണ്ടായിട്ടില്ല. അത്ര ഭർത്താവിനെ മനസ്സിലാക്കിയ ഭാര്യ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരിക്കൽ പോലും അടുക്കളയിലേക്ക് കയറിപ്പോകേണ്ട അവസ്ഥ ഈ ഭർത്താവിന് ഉണ്ടായിട്ടില്ല. എൻ്റെ ഭക്ഷണം എവിടെയെന്ന് ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയോട് ചോദിക്കേണ്ട അവസ്ഥ ഈ ഭർത്താവിനുണ്ടായിട്ടില്ല. കറക്റ്റാണ്. ഭാര്യ ആ ഭർത്താവിൻ്റെ നിഴലായി ജീവിച്ചു. അങ്ങനെ ആ ഭർത്താവ് ഭാര്യ പെട്ടെന്ന് മരിച്ചു. താങ്ങാനഴിയാത്ത സങ്കടത്തോടെ ഭാര്യയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നിർവഹിച്ച് ആ ഭർത്താവ് തൻ്റെ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ഭൂമിയിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന്. വേറെ ആരൊക്കെയോ ഉണ്ട്, മക്കളും മരുമക്കളും ബാക്കി ആരൊക്കെയോ ഉണ്ട്, പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ആ ഭർത്താവിന് ആദ്യമായിട്ട് മനസ്സിലായി. അയാൾക്കൊരു ചെറിയ ഒരു പതിവുണ്ടത്രേ, രാത്രി കിടക്കുമ്പോൾ നല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ കിടക്കുക. അതുപോലെ തന്നെ രാത്രി ഒരു 2 മണിക്ക് എണീറ്റ് ഒന്ന് മൂത്രമൊഴിച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാത്രേ കിടക്കുക. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പതിവാ. അതുകൊണ്ട് തന്നെ ഒരു മൺകൂജയും അതിൽ വെള്ളവും ഗ്ലാസും കട്ടിലിൻ്റെ അടുത്ത് റെഡിയാ. എന്നു രാത്രി ഭാര്യ മരിച്ച ദിവസം കിടക്കാൻ നേരത്തെ അയാൾ വെള്ളം കുടിക്കാൻ വേണ്ടി ആ കൂജ എടുത്ത് ഗ്ലാസ്സിലേക്ക് ചെരിച്ചപ്പോൾ അയാൾക്ക് ഒന്നുകൂടി മനസ്സിലായി, എൻ്റെ ഭാര്യ മരിച്ചിരിക്കുന്നു, കൂജയിൽ വെള്ളമല്ല. ഏറെ പ്രയാസത്തോടെ അയാൾ മെല്ലെ എണീറ്റ് വന്ന് കിടക്കാൻ ഒരുങ്ങുന്ന തൻ്റെ മകൻ്റെ റൂമിൻ്റെ വാതിൽ കൊട്ടിയിട്ട് മരുമകളോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം. അവൾ ഒരൊറ്റ ഗ്ലാസ് വെള്ളം കൊടുത്തു. അത് കുടിച്ച് അയാൾ കിടക്കുകയാണ്. രാത്രി 2 മണിക്ക് എണീറ്റ് മൂത്രമൊഴിച്ചു വന്ന് അയാൾ പതിവ് പോലെ ആ കൂജ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. വെള്ളമില്ല. അയാൾക്ക് വീണ്ടും മനസ്സിലായി വെള്ളമില്ല, എൻ്റെ ഭാര്യ മരിച്ചിരിക്കുന്നു. അയാൾ വീണ്ടും പതുക്കെ ഭാര്യ തൻ്റെ മകനും മരുമകളും കിടക്കുന്ന വാതിലിൽ പതുക്കെ കൊട്ടി. അവർ എണീറ്റ് വരാൻ നേരം വൈകി വന്നപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉറക്കച്ചടവുള്ള മരുമകളുടെ മുഖത്തുള്ള ആ അസഹ്യത ഉണ്ടല്ലോ, അതയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ വെള്ളം കുടിക്കാതെ തിരിച്ചു വന്ന് കിടന്നു. തൻ്റെ കൂട്ടുകാരോട് ഈ ദുരന്തത്തെക്കുറിച്ച് അയാൾ സംസാരിച്ചു. 3-ാമത്തെ ദിവസം ഒരാൾക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോയിനാ. ലോകത്ത് ഇത്രയേറെ ഒരുമിച്ചു ജീവിച്ചിട്ട് ഒറ്റപ്പെടുന്ന ഒരു ദുരവസ്ഥ ഉണ്ടല്ലോ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്ത. ഞാൻ എൻ്റെ പ്രവാസികളോട് ഈ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താ പറയുക, നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായി ഒരുമിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും, ഉമ്മയും ബാപ്പയും. ചിലപ്പോൾ നമുക്ക് തോന്നുവേ വീട്ടിൽ കുട്ടികളെ നോക്കാനിപ്പോൾ ഒരാളെ വെക്കുകയാണെങ്കിൽ നല്ല ഒരു സംഖ്യ ചിലവാണ്. ഉമ്മയാണെങ്കിൽ അവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഉമ്മാനങ്ങോട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞ് ഉമ്മാനെ നമ്മൾ വിളിക്കുമ്പോൾ ഉമ്മ ചില തടസ്സങ്ങളൊക്കെ പറയും. പിന്നെ ബാപ്പാൻ്റെ മരുന്ന് അതൊക്കെ പ്രയാസമല്ലേ. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഉമ്മാക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. നിസ്കാര കുപ്പായം പ്ലാസ്റ്റിക്കിൻ്റെ കീസിലിട്ട് ഉമ്മ നമ്മളുടെ കാറിലേക്ക് കയറുമ്പോൾ ആ ഉമ്മയുടെ മുഖം നമുക്ക് കാണാൻ പറ്റൂല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി, ആ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒരു സംശയം കൂടി തീർക്കാം. ആ സമയത്ത് നിങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുക. ഉമ്മയുടെ ബാപ്പയുടെ ബെഡ്റൂമിൽ ചുമരിനോട് ചേർന്ന് നിന്ന് തോളത്തെ തോർത്തുമുണ്ടുകൊണ്ട് കണ്ണ് തുടക്കുന്ന ഒരു ബാപ്പയെ നമുക്ക് കാണാം. അതുകൊണ്ട് എനിക്ക് മക്കളോട് പറയാനുണ്ട്, ഒരിക്കലും പ്രായമായ മാതാപിതാക്കളെ പിരിക്കരുത്. മരിച്ച് പിരിയുക എന്നല്ലാതെ നമ്മളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ബാപ്പാനെ ഉമ്മാനെ രണ്ടാക്കുന്ന ഒരു ദുരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഉണ്ടാവരുത്. ഞാൻ തിരിച്ചു വരട്ടെ വിഷയത്തിലേക്ക്. നമ്മുടെ കുടുംബജീവിതം മനോഹരമായിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നന്നായി നിസ്കരിക്കും, നോമ്പ് നോൽക്കും, സക്കാത്തൊക്കെ കൊടുക്കും, പൊതുപ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കും. പക്ഷേ നമ്മുടെ വീടിൻ്റെ വാതിൽ തുറന്നാൽ എല്ലാ മതത്തിനെയും മാറ്റിവെച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പിന്നെ മതമില്ല, അവിടെ മതത്തിൻ്റെ നിർദ്ദേശങ്ങളില്ല, അവിടെ മതത്തിൻ്റെ വിധിവിലക്കുകളില്ല, അവിടെ പിന്നെ എന്തൊക്കെയോ ആണ്. അത് എല്ലാവർക്കും സ്വതന്ത്രമായ ഒരു ലോകമായിട്ട് മാറുക. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇത്രയേറെ ദുരന്തം ഉണ്ടാവണേ. സ്വന്തം മക്കള് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിലേ അനുവാദം ചോദിക്കണം എന്ന് പഠിപ്പിച്ച നമ്മളെ മതം.
പക്ഷേ നമ്മുടെയൊക്കെ വീട് പലപ്പോഴും അങ്ങനെ അല്ലല്ലോ. നമ്മളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ചെന്നിട്ട് രാവിലെ പത്രം വായിച്ച് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം കാണാം അസ്സലാമു അലൈക്കും ഒരൊച്ച. നമ്മൾ വായിച്ച വാർത്ത ഇങ്ങോട്ട് മുഴുവനാക്കിയിട്ട് വലൈക്കും അസ്സലാം പറഞ്ഞ് നോക്കുമ്പോൾ സലാം പറഞ്ഞോനെ കാണാനല്ല. പടച്ചോനെ ജിന്നറ്റിറങ്ങിയോ സലാം പറഞ്ഞിട്ട് ആളെ കാണാനല്ല. ആരപ്പ ഈ സലാം പറഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അപ്പം ഇങ്ങനെ ഒച്ചയൊക്കെ എവിടെ നിങ്ങൾ അടുക്കളയിൽ നിന്ന് ഈ വന്നം നേരെ കയറി ചെന്ന് അടുക്കളയിൽ ആ ബീതരൻ്റെ തിണ്ടുമ്മക്കയറി ഉത്തിരിക്ക ഓന്. നമ്മുടെ പെണ്ണുങ്ങളുണ്ടാവും താഴെ പത്തിരി അടുത്തിന് ഓൻ അവിടെ കുത്തുന്ന വർത്താനം പറയാ. എന്നും അങ്ങനെ തന്നെയാണ്. ഇതിങ്ങോട്ട് വന്നപ്പോൾ ആ സിറ്റ് ഔട്ടിൽ നമ്മളെ കണ്ടപ്പോൾ സലാം കൊണ്ടൊരു അടി അടിച്ചു കണ്ട് ഓനാണ് പോയതാ. അല്ലാതെ കൂലി കിട്ടാൻ വേണ്ടി സലാം പറഞ്ഞൊന്നല്ല. നമ്മുടെ വീടിൻ്റെ വാതിലുകളൊക്കെ മലർക്കേ തുറന്നിട്ടേക്കുക. നാട്ടുകാരെന്താ പറയാന്നറിയോ? മൂപ്പര പേരുണ്ടല്ലോ സോഷ്യലാണ്. അവസാനം സോഷ്യലൊക്കെ പാടെ കണക്ക് തെറ്റി മാത്തമാറ്റിക്സ് ആവുമ്പോൾ പിന്നെ തിരിച്ചു ചെല്ലാൻ കഴിയാത്ത വിധം നമ്മുടെ ബന്ധത്തിൻ്റെ അടിക്കല്ലുകൾ ഇളകും അല്ലേ? വീടുകളിൽ അള്ളാഹുവിൻ്റെ കൃത്യമായ നിയമങ്ങളുണ്ട്. എവിടം വരെ ആവാം, എവിടത്തങ്ങോട്ട് പാടില്ല എന്ന് കൃത്യമായ വര വരച്ചിട്ടുണ്ട് റബ്ബ്. ആ വരക്കപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടെ വിശുദ്ധ ഖുർആൻ പറയാണ്, പ്രവാചകന്റെ ഭാര്യമാരെ, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ നിങ്ങൾ ഒരു മറയുടെ പിന്നിൽ നിന്ന് അവരോട് സംസാരിക്കണം. എന്തേത്? ഒരാണിനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കാൻ ഒരു കാഴ്ച മതി. ശരീരഭാഗത്തിൻ്റെ ഒരു കാഴ്ച മതി, ഒരു ശബ്ദം മതി, ഒരു വളകിലുക്കം മതി, ഒരു പാദസരത്തിൻ്റെ കിലുക്കം മതി, ഒരു മുടിയഴ മതി, ഒരു നിഴലു മതി. ഒരാണിനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ നിയന്ത്രണങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വേണ്ടാത്ത വികാര വിചാരങ്ങൾ വരാൻ. അതുകൊണ്ട് പ്രവാചകന്റെ ഭാര്യമാരെ, നിങ്ങളോട് പ്രവാചകന്റെ ഭാര്യമാര് മോശമായിട്ടാ? ആയിഷ ബീബി മോശ? പ്രവാചകന്റെ ഭാര്യമാര് മോശ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഈ ലോകത്തിലെ കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണവർ. ആ ഉമ്മമാരോട് പറഞ്ഞ്, നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ഒന്നിച്ച് വെളിയിലേക്ക് വന്ന് അവർക്ക് മുമ്പിൽ 100% പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളൊരു മറക്കപ്പുറത്ത് സംസാരിക്കണം. എന്തേത്? അള്ളാഹുവാണ് കൂട്ടരെ നമ്മളെക്കുറിച്ച്, നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളെക്കുറിച്ച്, നമ്മുടെ വികാരത്തിൻ്റെ വേലിയേറ്റത്തെക്കുറിച്ച്, നമ്മുടെ ചിന്തകളുടെ പഴുതിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ ദൗർബല്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാ പടച്ചോൻ. എന്തുകൊണ്ടാ പറഞ്ഞ്, സ്ത്രീകളെ, നിങ്ങൾ നടന്നു പോകുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ഒരവസ്ഥ, കാലിട്ടടിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന പാദസ്വരങ്ങൾ നിങ്ങളുടെ കാലുകളിൽ ധരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം എന്താ? നിങ്ങൾ ഒരാണിനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിലേക്ക് വികാരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാക്കാൻ ഒരു കുപ്പിവളയുടെ കിലുക്കം പോരെ, ഒരു പാദസരത്തിൻ്റെ ശബ്ദം പോരെ. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു, സ്ത്രീകളെ, പുരുഷന്റെ വികാരങ്ങളെ വിളിച്ചുണർത്തുന്ന ഒരു പ്രവൃത്തി നിങ്ങളെ ഭാഗത്ത് ഉണ്ടാവരുത്. നോക്കി, നിങ്ങൾ പ്രവാചകന്റെ ഭാര്യമാരോടായി തന്നെ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ബാധകമായ ഒരു നിയമം കൂടി അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, നിങ്ങൾ അന്യനായ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും മൃദുവായ ഭാഷയിൽ, ആർദ്രമായ ഭാഷയിൽ, കുഴഞ്ഞ ഭാഷയിൽ സംസാരിക്കരുത്. പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് മാന്യമായ ഭാഷയിൽ സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളവൻ്റെ മനസ്സിൽ അത് രോഗം വർദ്ധിപ്പിക്കും. ഏതാണ് രോഗം? ഹൃദ്രോഗമല്ല, ബ്ലോക്കല്ല, ഹാർട്ട് അറ്റാക്ക് അല്ല. വേണ്ടാത്ത ഒരു ചിന്തയുമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ശരീരത്തിൽ വേണ്ടാത്ത ഹോർമോണുകൾ ഉണ്ടായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ ഒരു പെണ്ണിൻ്റെ ഒരു ശബ്ദം അതിത്രി ലോലമായി, അതിത്രി ആർദ്രമായിട്ട് ഇങ്ങനെ കേട്ടാലേ ആ ശബ്ദത്തിലേക്ക് ആകർഷിക്കുവാനും ആ ശബ്ദത്തിൻ്റെ ഉടമയെ തന്നിലേക്ക് ആകർഷിക്കുവാനും ഒരു പുരുഷൻ ശ്രമിക്കുക എന്നത് അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹൃദയത്തിൽ ചില പ്രത്യേകമായ രോഗമുള്ള അഥവാ വേണ്ടാത്ത വിചാരങ്ങളുള്ള ആണുങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾ അന്യപുരുഷനോട് സംസാരിക്കുമ്പോൾ ആർദ്രമായ ഭാഷയിൽ, കുഴഞ്ഞ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കരുത്. പറയാനുള്ളത് വ്യക്തമായി പറയാ. ഫോണിക്ക് മിസ് കോൾ വരുമ്പോൾ ആ മിസ് കോളിന് നമ്മൾ പറയുന്ന മറുപടി, നമ്മളല്ല നിങ്ങൾ സ്ത്രീകളെ, നിങ്ങൾ പറയുന്ന മറുപടിയുടെ ടോൺ ഉണ്ടല്ലോ, ആ ടോൺ മനസ്സിലാക്കിയിട്ട് ആ ഫോണിലേക്ക് വീണ്ടും വിളിക്കാൻ കാത്തിരിക്കുന്ന കഴുക കണ്ണുള്ള ചതിയന്മാരുണ്ട് ഈ ലോകത്ത്. നിങ്ങൾക്കറിയില്ലേ? ദാ ഞങ്ങൾ ആണുങ്ങളോട് ചോദിച്ചു നോക്കി, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളുടെ മനസ്സ് അത് രോഗാതുരമായ മനസ്സാണ്. ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടാൽ,
അവളുടെ മുഖത്തെ ഒരു ചിരി കണ്ടാൽ ഒരു കാര്യം, എന്താ എൻ്റെ പേര്, ആ പേര് ചോദിക്കുമ്പോൾ ആ പേര് പറയുന്ന ശബ്ദത്തിന്റെ ടോൺ നോക്കി ഫോണിൽ വിളിച്ച് ഹലോ എന്ന് പറയുമ്പോൾ മറുതലക്കലുള്ള ഹലോ എന്ന പദത്തിന്റെ അതിൻ്റെ ആ മാർദ്ദവം നോക്കി മനസ്സിലേക്ക് വലിഞ്ഞു കയറാൻ കരുത്തുള്ള കഴുകക്കണ്ണുള്ള ചതിയന്മാർ കാത്തിരിക്കുന്ന ലോകത്തെ അള്ളാഹുവിൻ്റെ കൽപ്പന, സ്ത്രീകളെ, നിങ്ങളോട് അന്യനായ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ വാക്കുകളിൽ ഒരു കുഴഞ്ഞ സമീപനം, ആർദ്രമായ ഒരു പ്രയോഗം അതുണ്ടാവരുത്. പറയാൻ ഹലോ, ആ ഹലോക്കൊക്കെ നല്ലൊരു ഹലോ മറുപടി, അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഹലോ, പിന്നെ ഓന് വിളിക്കാൻ തോന്നരുത്. അല്ല ഹലോ ആരാ, നിങ്ങൾ എവിടുന്നാ വിളിച്ചണേന്നൊക്കെ ചോദിച്ച് തെറ്റിയതാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഓൻ വീണ്ടും വിളിച്ചു, ഹലോ നിങ്ങൾ ആരാ വിളിച്ചണേ, എങ്ങൾക്ക് ഞാൻ അറിയില്ലേ, ഞാൻ കുറച്ച് നേരത്തെ നിങ്ങളെ വിളിച്ചിനിയാലോ. അങ്ങനെ ഒരു 4 വിളി അങ്ങോട്ട് വിളിച്ചാലേ പിന്നെ ഏറ്റവും നല്ല പരിചയക്കാരായി തീരും. അപകടകരമായ അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ അത്തരം ചതിയന്മാർക്ക് സാധിക്കും അല്ലേ? അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, ഈ ലോകത്ത് ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാവാൻ പാടില്ല എന്നാ. ഓല് 2 ആൾ ഒറ്റക്കായാലേ അവർക്കിടയിലേക്ക് മൂന്നാമനായിട്ട് ഇബ്ലീസ് കയറി വരുന്ന, എൻ്റെ ഭാര്യ, എൻ്റെ മോള്, എൻ്റെ പെങ്ങള്, അതിൻ്റെ അയൽവാസി, എൻ്റെ സുഹൃത്ത്, ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ നല്ല ആൾക്കാരല്ലേ അല്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയണേ, അത് ഇന്ന ആളെന്നൊന്നുമില്ല, അന്യനായ ഒരാണും ഒരു പെണ്ണും അവർ ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത്. ഒറ്റക്കായാൽ അവർക്കിടയിലേക്ക് മൂന്നാമനായിട്ട് ഇബ്ലീസ് വരും. ഇബ്ലീസ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സംസാരത്തിൻ്റെ, പെരുമാറ്റത്തിൻ്റെ, മനസ്സിൻ്റെ രൂപം മാറ്റാൻ ഇബ്ലീസിന് പെട്ടെന്ന് സാധിക്കും. ഇവിടെ പെങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ ഫോണിൽ സംസാരിക്കുക, ഹലോ, ഇതിൻ്റെ മറുതലക്കൽ ഒരു പെണ്ണാണെങ്കിലേ ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ലൈനിൽ ഞാനും ഓളും ഒറ്റക്ക. ആ ഒറ്റക്കുള്ള ഞങ്ങളുടെ സംസാരത്തിലേക്ക് ഇബ്ലീസിന് ഇറങ്ങി വരാൻ ടവർ വേണ്ട, ഇബ്ലീസ് ഇങ്ങോട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എൻ്റെ വർത്താനം, പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വർത്താനം, എന്തൊക്കെയാണ് എൻ്റെ വർത്താനം, ഒരു 4 പിന്നങ്ങോട്ട് കഴിഞ്ഞാലേ അടുക്കളവാതിലിൻ്റെ കുറ്റി ഇങ്ങോട്ട് വീഴും. പിന്നെ തുറക്കാത്ത ജീവിതത്തിലെ രഹസ്യത്തിൻ്റെ ഒരു വാതിലുണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞത്, ഒറ്റക്കാവരുത് കേട്ടോ, ഒറ്റക്കാകുന്ന അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ. ഒരന്യ ആണും പെണ്ണും ഒറ്റക്ക് യാത്ര ചെയ്യരുത്. അവർ ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത്. അവർ എന്തുമാത്രം ബന്ധമുള്ളവരാണെങ്കിൽ കൂടി ഇബ്ലീസ് മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന ഏത് ഭാഗത്തു കൂടിയും ഇബ്ലീസ് സഞ്ചരിക്കും. ആ ഇബ്ലീസിനെ പേടിക്കണം. നിങ്ങളുടെ മനസ്സിൽ ചോരയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ വൃത്തികേടുകൾ തോന്നിപ്പിക്കും ഇബ്ലീസ്. നിങ്ങൾ 10 വയസ്സായാലേ കുട്ടികളെ മാതാപിതാക്കളെ എടുത്തും കിടത്തരുത്, 2 കുട്ടികളെ അടുത്തടുത്തും കിടത്താൻ പാടില്ല എന്നാ. എങ്ങനെ? 10 വയസ്സായാൽ കുട്ടികളെ മാതാപിതാക്കളെ അടുത്ത് നിന്ന് പിരിച്ചു കിടത്തണം. ആ കിടത്തുന്ന കുട്ടികളെ 2 കുട്ടികളെ ഒരുമിച്ച് ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ ഒരു തലയിണയിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, 2 ആണായിക്കോട്ടെ 2 പെണ്ണായിക്കോട്ടെ, ഒന്നാണും ഒന്ന് പെണ്ണും ആയിക്കോട്ടെ, ഒന്നിച്ച് കിടത്താൻ പാടില്ല. വഫർരിഖൂഹും ഫിൽ മലാജി, കിടപ്പറയിൽ അവരെ മാറ്റി കിടത്തണം. വേറെ 10 സെന്റ് സ്ഥലം വാങ്ങൊന്നും വേണ്ട, അപ്പുറത്തൊരു കട്ടിലിട്ട് അതിൽ കിടത്തണം. അതൊക്കെ ഇത്തിരി അങ്ങോട്ട് കടന്ന കൈയായി പോയില്ലേ. 8നും 5നും ആയിട്ട് ഒരു ഉമ്മാൻ്റെ പള്ളിയിൽ ജനിച്ച കുട്ടികൾ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ കടന്നാൽ എന്താ പറ്റുക? അതെ, ഇബ്ലീസ് എന്ന ആ ദുഷിച്ച ശക്തി ഈ 10 വയസ്സ് തുടങ്ങുന്ന പ്രായം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് അന്വേഷണങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഉത്കണ്ഠകളും ഉണ്ടാക്കുന്ന ഒരു കാലത്തെ അവരുടെ മനസ്സിലേക്ക് ഇബ്ലീസ് കയറി ചെന്ന് ചില പരീക്ഷണങ്ങളും ചില പ്രവർത്തനങ്ങളും ചില തോന്നലുകളും ചില ചിന്തകളും അവരുടെ മനസ്സിലുണ്ടാക്കി അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ അവരെ മാറ്റിക്കടത്തണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുമ്പോൾ, അത് പാലിക്കപ്പെടാതിരിക്കുന്ന കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ചില്ലറയല്ല. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ കുടുംബജീവിതം അത് പുണ്യം നിറഞ്ഞതും അത് മനോഹരവുമാവണമെങ്കിൽ അതിന് അല്ലാഹു തആല നിശ്ചയിച്ച കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആ കുടുംബജീവിതത്തിൽ നമ്മൾ പാലിച്ചേ പറ്റൂ. ഞാനിനി ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും വളരെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് 8:30 എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോട് നമ്മുടെ ബന്ധങ്ങൾ ഏത് രൂപത്തിലായിരിക്കണം? ഇതാണ് ഒന്നാമത്തെ പ്രശ്നം.
നമ്മുടെ കുടുംബത്തിൽ ബാപ്പുണ്ടാവും, ഉമ്മ ഉണ്ടാവും, മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, സഹോദരൻ ഉണ്ടാവും, സഹോദരി ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിലെ ഇതര അംഗങ്ങളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? അങ്ങനെ കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പെണ്ണ് വന്ന് ചോദിക്കണേ, അള്ളാഹുവിൻ്റെ ഹബീബേ, എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളുമായി അവരോടുള്ള എൻ്റെ സമീപനം എങ്ങനെയാവണം? അവരോട് എന്ത് നിലപാടാണ് പ്രവാചകരെ ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി എന്താ? അൽഹമു മൗത്തുൻ. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത കുടുംബക്കാർ പറഞ്ഞാലേ എന്നെ സംബന്ധിച്ച് മരണം പോലെയാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടിയാവണം അവരോടുള്ള നിന്റെ ബന്ധങ്ങളെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ പെൺകുട്ടിയോട് പഠിപ്പിക്കുമ്പോഴേ അതിൻ്റെ അർത്ഥം ഇസ്ലാം എന്നത് വർത്തമാന കാലഘട്ടത്തിൻ്റെ സൗഹാർദ്ദ ജീവിതത്തിന് യോജിക്കാത്ത ഒരു കാടൻ മതമാണ് എന്നല്ല. മനുഷ്യൻ്റെ മനസ്സും അവൻ്റെ ചിന്തകളും അവൻ്റെ വികാര വിചാരങ്ങളും മുഴുവനായിട്ടും അറിയുന്ന പടച്ച റബ്ബാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ആവിഷ്കരിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതേ നമ്മുടെ അങ്ങാടിയിലെ പോക്കിരിയായ മനുഷ്യൻ കയറി വന്നിട്ടല്ല. എൻ്റെ അങ്ങാടിയിലെ കഞ്ചാവ് വലിക്കുന്ന, കള്ളു കുടിക്കുന്ന, തെമ്മാടിയായ ഒരു മനുഷ്യനെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു വേണ്ടാത്രം ചെയ്യാൻ പറ്റൂല. അയാൾ റോട്ടിൽ കൂടെ വരുമ്പം തന്നെ എൻ്റെ അയൽവാസികളൊക്കെ നോക്കും, എങ്ങോട്ടാ അയാൾ വരുന്നേ. പിന്നെ അയാൾ തിരിഞ്ഞ് എൻ്റെ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോൾ എൻ്റെ അയൽപ്പക്കത്തുള്ള സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് അവരെ ഭർത്താക്കന്മാരെ വിളിച്ച് നോക്കി അയാൾ മൗലവി അവിടെ ഇല്ലല്ലോ, മൗലവിൻ്റെ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ, എന്തിനാ അയാൾ അവിടെ പോയി നിൽക്കണേ? എൻ്റെ അയൽപ്പക്കത്തെ 4-5 വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരും, അനക്കെന്താ അവിടെ എന്താ പണി, പോടാ അവിടുന്ന്. ചിലപ്പോൾ 2 പൊട്ടിച്ച് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവനെ ആട്ടിവിടും. അവൻ ഒരിക്കലും എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല. പക്ഷേ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നട്ടപ്പാതിരക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് കാറ് നിർത്തുമ്പോൾ എൻ്റെ അയൽവാസി ജനൽ തുറന്ന് നോക്കുക, ആരാപ്പം മൗലവിൻ്റെ വീട്ടിൽ ഈ പാതിരാത്രിക്ക്? അപ്പം കണ്ടത് എൻ്റെ കുടുംബത്തിലെ അടുത്ത ഒരാളെയാ. മൂപ്പരാളെ എന്തേലും ആവശ്യത്തിന് വന്നതേക്കാരം അയാൾ ജനലടച്ച് അയാൾ കടന്ന് ആ വീട്ടിലേക്ക് കയറുന്ന എൻ്റെ ബന്ധുവിൻ്റെ മനസ്സിൽ വൃത്തികെട്ട ചിന്തകളും വൃത്തികെട്ട പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ആ മനോഹാരിതയെ, എൻ്റെ വീടിൻ്റെ ചാരിത്രത്തെ, സൗന്ദര്യത്തെ നശിപ്പിക്കാൻ അയാൾക്ക് അയൽവാസികൾ പ്രശ്നമല്ല, അയാൾക്ക് പോലീസ് പ്രശ്നമല്ല, അയാൾക്ക് ആരും പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും കൃത്യമായ കണക്ക് പ്രകാരം നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട കേസുകളിൽ 60% കേസിലെയും പ്രതികൾ അടുത്ത കുടുംബങ്ങളോ വീട്ടിലുള്ള അംഗങ്ങളോ ആണ് എന്നത് നമ്മുടെ നാട്ടിലെ പോലീസിന്റെ പച്ചയായ റിപ്പോർട്ടാണ്. 60% കേസ് ഈ പോലീസിൽ വീട്ടിൽ പ്രശ്നമുണ്ടായ കേസുണ്ടല്ലോ, അതും കുടുംബക്കാരെ കൊണ്ട് പ്രശ്നമുള്ള കേസാണെങ്കിലേ 90% കേസും കുടുംബത്തിൽ പറഞ്ഞു ഒതുക്കല. അത് പുറത്തേക്ക് അറിഞ്ഞാൽ മോശമല്ലേ, അത് ഇനി അങ്ങോട്ട് വരണ്ട, ഓൾ അങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞാൽ ഒതുക്കല. ഒരു 10% മാത്രമാണ് ഒതുക്കാൻ കഴിയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക. ആ 10% തന്നെ 60% മേലെയാണ് മൊത്തം പീഡന കേസുകളിൽ. 60% മേലെ സ്വന്തം വീട്ടിലോ സ്വന്തം കുടുംബത്തിലോ ഉള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ട കേസുകളാണ് എന്ന് നമ്മുടെ പോലീസിന്റെ ശരിക്കുള്ള കണക്കാ. എന്തേ റസൂല് പറഞ്ഞ്, എൻ്റെ ഇസ്ലാം മതം പറഞ്ഞ് അത് പാലിക്കാൻ തയ്യാറാവാതെ ആധുനികതയുടെ പിന്നാലെ നമ്മൾ ഒഴുകാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും ഉണ്ടായ പുഴുക്കുത്തുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ നിരാശയുടെയും പകയുടെയും ലോകത്തേക്ക് നമ്മളൊക്കെ മാറുകയും ജീവിതാവസാനം വരെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ കഴിയാതെ അകന്ന് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ജീവിതത്തിൽ പുലർത്തിക്കൊള്ളുക. ഒന്ന് നമ്മുടെ വീട്ടിലെ അംഗങ്ങളോടുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് തന്നെയാണ്. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു. മാറ്റമില്ലാത്ത വിധിയാണത്, തിരുത്താൻ പറ്റാത്ത വിധിയാണത്. എന്താണത്? ആ റബ്ബിനെ അല്ലാതെ നീ ആരാധിക്കരുത്. നിന്റെ മാതാപിതാക്കളോട് നീ നല്ല നിലക്ക് വർത്തിക്കുകയും വേണം. രണ്ടും ഒപ്പ പറഞ്ഞേ.
അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിന് എന്തുമാത്രം മഹത്വമുണ്ടോ, പ്രാധാന്യമുണ്ടോ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതിനെ അള്ളാഹു തആല ചേർത്ത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവരെ, നോമ്പ് നോൽക്കുന്നവരെ, സക്കാത്ത് കൊടുക്കുന്നവരെ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ തിരക്കുകളും നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ബാധ്യതകളും നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ നമുക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ പാഴായി പോകുമെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു തആല വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന വവസ്വൈന, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. എന്താ വസിയത്ത് പറഞ്ഞാൽ? വസിയത്ത് എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റാത്ത കൽപ്പനകളാണ്. വസിയത്ത് ചെയ്തിരിക്കുന്നു ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ. അല്ലേ? നോക്ക്, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. ശ്രദ്ധിച്ചു കേൾക്കണം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്ത് സ്വർഗ്ഗം കിട്ടുവാൻ വേണ്ടി പണിയെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രദ്ധിച്ചു കേൾക്കണം. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതാണ്? ഒന്ന്, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ. ഈ ലോകത്തിൻ്റെ മേലെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. മറ്റൊരു ഹദീസിൽ അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹാ, സമയത്തിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കലാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം. ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യ്, പിന്നെ ഏതാണ് റസൂലേ? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മറുപടി, ബിർറുൽ വാലിദൈൻ. നോക്ക് നിങ്ങൾ, സക്കാത്തിനേക്കാളേറെ, ഹജ്ജിനേക്കാളേറെ, നോമ്പിനേക്കാളേറെ, മറ്റെന്തിനേക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കർമ്മം ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിച്ചു, സുമ്മ അയ്യ്, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നബിയെ? പ്രവാചകന്റെ മറുപടി, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന ഏറ്റവും പ്രതിഫലാർഹമായ ഷഹാദത്താവാനും രക്തസാക്ഷിയാവാനും ഷഹീദാകുവാനും നാളെ വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തുവാനും ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്ന ആ രക്തസാക്ഷിത്വം പോലും മാതാപിതാക്കളെ പരിചരിക്കുക എന്നതിൻ്റെ താഴെയാണ്. മനസ്സിലാക്കണം നമ്മളൊക്കെ അതിൻ്റെ ഗൗരവം. ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ് വബ്തഗി അൽ അജ്റ മിനല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഈ മക്ക വിട്ട് വേറെ ഒരു നാട്ടിലേക്ക് ഹിജ്റ പോകാനും ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുവാനും റസൂലേ ഞാൻ റെഡിയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ യുദ്ധത്തിന് വരണോ? ഞാൻ ഹിജ്റ പോകണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും റസൂലേ, റസൂൽ ചോദിച്ചു, എന്തിനാ പറ്റി ഒരുങ്ങിയത്? എന്തിനാണ് ഇപ്പം ജിഹാദിനും ഹിജ്റയ്ക്ക് വേണ്ടി നീ എന്തിനാ ഒരുങ്ങിയത്? അപ്പം അയാൾ പറഞ്ഞേ, വബ്തഗിൽ അജ്റ മിനല്ലാഹ്, എനിക്ക് അള്ളാഹിൻ്റെ കൂലി കിട്ടണം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയി മുഹാജിറാവണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് എനിക്ക് ഷഹീദാവണം. അള്ളാഹുവിൻ്റെ കൂലി കിട്ടണം. അപ്പോൾ പ്രവാചകൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണേ, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യ്, അല്ല എൻ്റെ വാപ്പിമ്മി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? കാല, അയാൾ പറഞ്ഞു, നഅം ബൽ കിലാഹുമാ, എനിക്ക് ബാപ്പിമ്മിൻ ജീവിച്ചിരിപ്പുണ്ട്. കാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറയണേ, ഫതബ്തഗി അൽ അജ്റ മിനല്ലാഹ്, അള്ളാന്റെ പക്കൽ നിന്നുള്ള കൂലിയാണോ നീ ഉദ്ദേശിക്കുന്നത്? കാല നഅം, അതെ നബിയെ, വേറെ ഒരു ഉദ്ദേശമല്ല, അള്ളാന്റെ കൂലിക്ക് വേണ്ടിയാണ്, രക്തസാക്ഷിയാവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പ്രവാചകൻ പറഞ്ഞു, ഫർജി ഇലാ വാലിദൈക, ഫർജി ഇലാ വാലിദൈക, നീ എന്തിനാ നമ്മളൊക്കെ ബാപ്പാനും ഇമ്മാനും ഒഴിവാക്കി
ബാപ്പി ഇമ്മയും പെരയിൽ ഒറ്റയ്ക്ക് കൊക്കി കുരച്ച് മരുന്നും മുക്കടിയില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുക. നമ്മൾ അപ്പുറത്താ താമസം. എന്തേ? കുട്ടിയേക്ക് സ്കൂൾ പോകാൻ എളുപ്പാ. ഞാൻ താമസം ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ബാപ്പി ഇമ്മി അവിടെ ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട്. എന്താണ് മാറ്റിയത്? ഓഫീസിക്ക് പോകാൻ എളുപ്പാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി. കൂട്ടരെ, അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവാൻ വന്ന ആ മനുഷ്യനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് പോടാ, നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെല്ല്, അവരോട് നല്ല നിലക്ക് പെരുമാറ്, അവിടെയാണ് നിന്റെ സ്വർഗം. അതാണ് നിന്റെ സ്വർഗം. നമുക്ക് മനസ്സിലായോ? നമുക്ക് പറ്റിയ വലിയൊരു അപരാധാണത്. നമ്മുടെ മാതാപിതാക്കള് അവർ ഒരുപക്ഷെ പരാതിയില്ലാത്തവരാണ്, അവർ സങ്കടം പറയാത്തവരാണ്, അവർ സഹിക്കുന്നവരാണ്. നമ്മൾ വരാതിരിക്കുമ്പോഴും നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നവരാണ് അല്ലേ? ഫോൺ നന്നാക്കാൻ വേണ്ടി ഫോൺ കടയിൽ കൊണ്ടുവന്നിട്ട് ഫോൺ കടയിലെ പയ്യനോട് വയസ്സായ അമ്മ പറയണേ, നോക്കിയാ ഈ ഫോണിന് എന്തോ കേടുണ്ടല്ലോ, എന്തേ ഇതിക്ക് കോളൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഫോൺ കടയിലത്തെ ആൾ വിളിച്ചു നോക്കുമ്പോൾ കോള് വരുന്നുണ്ട്. അപ്പം ആകപ്പാടെ ഉമ്മാൻ്റെ നമ്പർ മക്കളെ കയ്യിലുള്ളത്, ഒരു മകനും വിളിക്കലില്ല. അതുകൊണ്ട് ഉമ്മാൻ്റെ ഫോണിക്ക് കോള് വരുന്നില്ല. അപ്പോഴും ആ നല്ല മനസ്സിൻ്റെ ഉടമയായ ഉമ്മ വിചാരിക്കുന്നത് എൻ്റെ കുട്ടി വിളിക്കാഞ്ഞിട്ടാണ് എന്നല്ല, ഫോണിന് കേടുള്ളതുകൊണ്ടേക്കാരം എൻ്റെ കുട്ടിൻ്റെ ഒച്ച കേൾക്കാത്തത് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് നമുക്ക് വേണ്ടി സമർപ്പിതമായ നമ്മുടെ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് ഈ ലോകത്തോ നാളെ പരലോകത്തോ യാതൊന്നും കിട്ടാല്ല. കേട്ടോളി, അള്ളാന്റെ ഹബീബ് പറയാണ് റഗിമ അംഫുൻ എന്നത് അറബിയിലെ ഒരു ശാപത്തിന്റെ വാക്ക. തകർന്നു പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. റഗിമ അംഫുൻ, അംഫുനെ മൂക്കുന്ന. റഗിമ അംഫുൻ, ഒരു മനുഷ്യൻ മൂക്ക് കുത്തി തകർന്നു പോകട്ടെ എന്നാ. റഗിമ അംഫുൻ സുമ്മ റഗിമ അംഫുൻ. റസൂൽ ഇങ്ങനെ ഒറ്റക്കിരുന്ന് കണ്ട് പറയണേ, ഒരാൾ നശിച്ചു പോട്ടെ, ഒരുത്തൻ നശിച്ചു പോട്ടെ, ഒരാൾ നശിച്ചു പോട്ടെ എന്നിങ്ങനെ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോ അത് കേട്ടിരിക്കുന്ന സഹാബത്തിന്റെ മനസ്സിൽ പേടി. അവർ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ആരെപ്പറ്റി ഞങ്ങൾ ഈ പറഞ്ഞ്? ആരാണ് ഈ നശിക്കാൻ വേണ്ടി 3 വട്ടം നിങ്ങൾ പ്രാർത്ഥിച്ചത്? ആരെപ്പറ്റിയാണ് നബിയെ? ഹബീബിന്റെ മറുപടി കേൾക്കണം. മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി അഹദഹുമാ ഔ കിലാഹുമാ ഫലം യദ്ഖുലിൽ ജന്ന. വയസ്സായ ഒരു ബാപ്പാനെയോ ഒരു ഉമ്മാനെയോ രണ്ടാളെയുമോ നോക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ട് ഓരെ നോക്കി സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കാത്ത ഒരു മനുഷ്യൻ നശിച്ചു പോട്ടെ. ലോകകപ്പ് ഫുട്ബോൾ നടക്കുക ഇവിടെ ഒമാനിലെ. അതിൻ്റെ ടിക്കറ്റ് കയ്യിൽ കിട്ടി. ആ ടിക്കറ്റ് കയ്യിൽ കിട്ടി നമ്മൾ കളിക്ക് പോകാതെ അപ്പുറത്ത് കട്ടൻ ചായയും കുടിച്ച് കുത്തിരുന്നാലേ ഒരു കളി അറിയുന്ന ഒരാൾ നമ്മളെ തച്ചു കൊല്ലൂലേ? ലോകകപ്പിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ട് കളി കാണാൻ പോകാതെ ചായയും കുടിച്ചിരിക്കണ പടുവിഡ്ഢി അല്ലേ? സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് തന്ന ടിക്കറ്റാണത്. ബദറിലും മുഹദിലും ഖന്തക്കിലും ഖൈബറിലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പൊരുതുന്നതിനേക്കാൾ കൂലിയുണ്ട്. വയസ്സായ നമ്മുടെ ബാപ്പാനെ ഉമ്മാനെ ചേർത്ത് പിടിച്ച് അവരുടെ കവളത്തുമ്മ വെച്ച് നരമ്പ് പടക്കുന്ന അവരുടെ കൈകൾ തടവിക്കൊടുത്താൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവനേക്കാൾ കൂലുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഒരു വാപ്പാനിമ്മാനിയും നമ്മളെ മുമ്പക്ക് തന്നിട്ട് ദാ ഈ വാപ്പാനിമ്മാനി ഉപയോഗിച്ച് ഇജ്ജ് സ്വർഗത്തേക്ക് പോയിക്കോ എന്ന് പടച്ചോൻ പറഞ്ഞിട്ടേ ആ അവസരം ഉപയോഗപ്പെടുത്താത്ത പടുവിഡ്ഢി റഹിമ അംഫുൻ, അവൻ നശിച്ചു പോട്ടെ എന്നാ പറഞ്ഞേ. പേടിക്കണം നമ്മൾ. അള്ളാന്റെ ഹബീബാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാന്റെ ഹബീബാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിലെ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി, ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടി, ചില്ലറ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ? സുഹൃത്തുക്കളെ, ബാപ്പിമ്മിയും പാർക്കണ പെരീന്ന് മകനും മരുവോളും കുട്ടിയും പാടെ ലോഡ്ജിക്ക് താമസം മാറ്റി. ബാപ്പിമ്മി ഒറ്റക്ക്. അപ്പം മഹല്ലിൽ പ്രശ്നമായി. അപ്പം മഹല്ല് കമ്മിറ്റി പറഞ്ഞു, ഉസ്താദ് നിങ്ങളൊന്ന് സംസാരിക്കോ, നോക്കാൻ ഇട്ട് പോയിക്കാടാ. ബാപ്പിമ്മി അവിടെ ഒറ്റക്ക് ഒരു കഷ്ടപ്പെടുകയാണ്, അപ്പുറത്ത് ലോഡ്ജ് പാർക്കുകയാണ്, നിങ്ങൾക്ക് എന്താ? അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, എന്താടാ ആകെ ബാപ്പിമ്മി ഉണ്ടാക്കിയതൊക്കെ അനക്കും വേണ്ടിയല്ലേ, ഈ മാത്രമല്ലേ ഉള്ളൂ, ഇത് ഇട്ട് പോന്നാൽ ആ ബാപ്പിമ്മി എന്താ ആവുക? പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ ബാപ്പാക്ക് രാത്രി ഉറക്കില്ല, ശ്വാസം മുട്ടല. ബാപ്പാക്ക് ഉറക്കില്ല. ബാപ്പ നേരമ്പൾക്കോളം കുറച്ചിരിക്കണേ. ഇപ്പുറത്തെ മുറിയിലിൻ്റെ കുട്ടിക്ക് ഉറങ്ങാൻ കഴിയണില്ല. അത് സ്കൂളിൽ വലിയ പ്രശ്നമായിക്കപ്പോൾ ഓൾ സ്കൂളിൽ പോയിട്ട് ഉറങ്ങുകയാണ്. ടീച്ചർമാരൊക്കെ പരാതി പറഞ്ഞ് ഓക്ക് പഠിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ഞാൻ ഓളങ്ങട്ട് മാറ്റിയതാണെന്ന് ഒരു ഉളുപ്പില്ലാത്ത മറുപടി. പൊന്നാര കൂട്ടരെ, നമ്മളൊക്കെ പനിച്ച് ചുമച്ച് കുട്ടിയായി കിടന്നപ്പോൾ നമുക്ക് വേണ്ടി ഉറങ്ങാതെ നമ്മുടെ ബാപ്പയും ഉമ്മയും എത്ര രാത്രികൾ അവരുടെ വീടുകളിൽ ഉറങ്ങാതെ കാത്തിരുന്നിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും
എപ്പോഴെങ്കിലും ഒരു കണക്ക് നോക്കിക്കണോ? എന്നിട്ട് ബാപ്പ കുരക്കണ ഒച്ചോണ്ട് കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുള്ള ഓളെ പഠിപ്പ് നാശാകാണ്, അതുകൊണ്ട് ഓൻ വീട് മാറി അത്രേ. എന്താലേ പറയുമ്പോൾ നമുക്ക് തോന്നും അങ്ങനത്തെ ആൾക്കാരെ കണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ എന്ത് നിലപാടാണ് നമ്മൾ എടുക്കുക എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണം. അപ്പോഴേ മാതാപിതാക്കളുടെ പ്രശ്നം തന്നെ കേട്ടോ, പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞാലേ അത് നമുക്കൊരു മഹാഭാഗ്യ ഉപയോഗിച്ചാൽ, അല്ലെങ്കിലോ അത് ഏറ്റവും വലിയ ദുരന്ത. നമ്മളിൽ പല ആൾക്കാർക്കും ബാപ്പാനിമാനെയൊക്കെ നോക്കണുണ്ട്, പക്ഷെ പലരും കുടുങ്ങിയിട്ടാണ് നോക്കണേ. ഒരാൾ എന്നോട് പറഞ്ഞ, ഉസ്താദേ അടുത്ത ആഴ്ചത്തെ ഖുതുബയിൽ മാതാപിതാക്കളെ നോക്കിയാലുള്ള പുണ്യത്തെക്കുറിച്ച് പറയണം കേട്ടോ. ഞാൻ ചോദിച്ചു എന്തേപ്പം അങ്ങനെ? ഉസ്താദ് എൻ്റെ അമ്മക്ക് 4 മക്കളുണ്ട്, ഞങ്ങൾ 4 ആളും ഇവിടെ പാർക്കണേ, 3 ആളും ബാപ്പാനിമ്മാനും തിരിഞ്ഞു നോക്കില്ല, ഞാൻ മാത്രം ബാപ്പാനിമ്മാനും നോക്കണേ, ഓൽക്കൊന്ന് കൊണ്ടുപോയി നോക്കിക്കൂടെ? അതുകൊണ്ട് ബാപ്പാനിമ്മാനും നോക്കിയുള്ള പുണ്യത്തെക്കുറിച്ച് പറയണം കേട്ടോ. എനിക്ക് ചെറിയൊന്ന് ബാപ്പാനിമ്മാനും നോക്കിയ കൂലി കിട്ടുന്ന ഈ സാധുവിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഓൻ വിട്ടുകൊടുക്കുമോ? എൻ്റെ ബാപ്പാനിമ്മാനും ഏട്ടന്മാർ വന്നാൽ ചോദിച്ചാൽ പോലും ഒരു ഇവിടെ നോട്ടെ ജടക്കിടക്ക് കണ്ടുപോയിക്കോളുണ്ടെന്ന് പറയല്ലാതെ കൂലി കിട്ടുന്ന തറവാട്ടിലൊരു 10 ലിറ്റർ കറക്കണ പശു നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആരേലും കൊടുക്കുമോ ബാക്കിയുള്ളവർക്ക്? അല്ലേ? ഈ ബാപ്പാനിമ്മാനും നോക്കിയാലേ എനിക്ക് കൂലുണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പാനും ഇമ്മാനും നമ്മൾ കൈവിടൂലല്ലോ. ചില്ലറ കൂടിയല്ലേ? അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഉമ്മയും ബാപ്പയും നമ്മളോട് മനസ്സിൽ വെറുപ്പോടെ, നൈരാശ്യത്തോടെ, സങ്കടത്തോടു കൂടിയാണ് അവർ കണ്ണടച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കുടുങ്ങും. എങ്ങനെ? എൻ്റെ മകനെ തിരിഞ്ഞു നോക്കിയില്ല, എൻ്റെ മകൻ വന്നു നോക്കിയില്ല, ഓനൊന്ന് വന്നില്ലല്ലോ, ഞാൻ ഓനെ എത്ര വട്ടം വിളിച്ച് ഒന്ന് വന്നു നോക്കിയില്ലല്ലോ. അങ്ങനത്തെ സങ്കടത്തിലൊക്കെ നമ്മുടെ വാപ്പി ഇമ്മയും കണ്ണടച്ചിക്കണമെങ്കിൽ ലേശം പ്രയാസയിക്കാറട്ടോ നാളെ റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ. അതുകൊണ്ട് മാതാപിതാക്കൾ നമുക്ക് പുണ്യമാവണം, ശല്യമാവരുത്. നമുക്ക് പലപ്പോഴും മാതാപിതാക്കൾ ശല്യമാവുക. നമ്മുടെ കൂടെ എത്താൻ ഒരു പെരിയിലുണ്ടെങ്കിലേ നമുക്കൊരു വഴിക്ക് പോകാൻ പറ്റൂല, എപ്പോഴും അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വരും. എന്തല്ലേ പണ്ട് നമ്മൾ കുട്ടിയായിന്ന് വാപ്പിയമ്മയൊക്കെ എങ്ങോട്ടോ പോകണം വിചാരിച്ചിനി, പക്ഷെ നമ്മളില്ലതുകൊണ്ട് പോകാതെ ഓൻ സ്കൂളുണ്ട് പോകാൻ പറ്റൂല അറിഞ്ഞ് നമ്മുടെ അമ്മയൊക്കെ എത്ര കാലം കാത്തിരുന്നില്ലേ? എന്തേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാത്ത? എന്തുമാത്രം വേദനിച്ച് അവരൊക്കെ അല്ലേ, എന്തുമാത്രം അവർ കഷ്ടപ്പെട്ട്. നമുക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, പണ്ട് നമ്മൾ ചെറിയ കുട്ടിയായെന്ന് വിശന്നിട്ട് നമ്മൾ ഓടി വന്ന് ഉമ്മാൻ്റെ മുമ്പ് നിന്ന് കരഞ്ഞപ്പോൾ ഉമ്മ എനിക്ക് ഓർമ്മ ഉണ്ട്, എൻ്റെ ഉമ്മ പറയും, അനുജൻ അമ്മ പണിക്ക് പോകേ കൊയ്യാൻ നെല്ല് കൊയ്യാനൊക്കെ പോകുമ്പോഴേ അനുജന് ചെറിയ കുട്ടിയാ, ഓൻ വിശക്കുമ്പോൾ പാടത്തേക്ക് കൊണ്ടുവരേണ്ടി പറയും. അങ്ങനെ പാടത്തേക്ക് വിശക്കുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഉമ്മ ആ ചെളി നിറഞ്ഞ ഉമ്മ കയറി വന്ന് പാടവരമ്പത്തിരുന്ന് കുപ്പായം ഉയർത്തി കുട്ടിയുടെ വായിലേക്ക് മുലക്കണ്ണ് വെച്ച് കൊടുക്കുകയെ. പക്ഷേ നേരം വെളുത്തിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടില്ലാത്ത ഉമ്മാൻ്റെ മുലയിലെവിടെ പാല്? പക്ഷേ കുടിക്കണ നമ്മക്കത് അറിയണ്ടല്ലോ. പാല് കിട്ടാതെ വരുമ്പോൾ മുളച്ചു വരുന്ന അരിപ്പല്ല് കൊണ്ട് ഉമ്മാൻ്റെ മുലക്കണ്ണിൽ കടിച്ചു വലിച്ചിട്ടുണ്ട് നമ്മൾ. മുല്ലപ്പൂ മൊട്ട് പോലത്തെ പാൽത്തുള്ളികൾക്ക് പകരം ഉമ്മയുടെ മുലക്കണ്ണിൽ ചോരത്തുള്ളികൾ തെളിഞ്ഞപ്പോൾ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഒന്ന് നെട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഉമ്മ നമ്മളെ ശകാരിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ മർദ്ദിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ അടിച്ചിട്ടില്ല, മടിയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല. നമ്മുടെ കാലും അങ്ങനെ തട്ടിയിട്ട് ഉമ്മ പറഞ്ഞ്, മോനെ കടിക്കല്ലടാ, ഉമ്മക്ക് വേദന ഉണ്ട്. മറക്കാൻ പറ്റുമോ നമുക്കതൊക്കെ? ആ ഉമ്മാന്റെ മുഖം മനസ്സിൽ നിന്ന് മറന്നു കളഞ്ഞിട്ട് ദുന്യാവിൽ ഏത് സുഖത്തിന്റെ കൂടെയാണ് കൂട്ടരെ നമുക്ക് പോകാൻ പറ്റുക? അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞ്, റഹിമ അംഫുൻ, വയസ്സായ ബാപ്പാനിമ്മാനും കിട്ടിയിട്ട് ഓല ശ്രദ്ധിക്കാതെ പോയവൻ നശിച്ചു പോട്ടെ എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രസ്താവന വെറുതല്ല, അതിന് കാതലുമായിട്ട് ബന്ധമുണ്ട്. നോക്കി പ്രവാചകൻ ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴേ അതിൻ്റെ വേരുകളിലൂടെ അങ്ങനെ പോകുമ്പോൾ അത് ഓരോന്നോരോന്നോ വിഷയമായിട്ടാണ് പോവുക, ഒന്ന് മാത്രം ഒതുക്കാൻ പറ്റൂല. ഞാൻ അവസാനിപ്പിക്കാം, ഒരു 10 മിനിറ്റ് കൂടെ. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. മാതാപിതാക്കള് അത് വല്ലാത്തൊരു ബാധ്യതയാണ്. നോക്കി, ആ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ എന്താ ചെയ്തു കൊടുക്കേണ്ടേ? ബാപ്പാനിമ്മാനെയും മാസത്തിലൊരിക്കൽ മിംസ് കൊണ്ടുപോയി ചെക്കപ്പ് നടത്തണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ബാപ്പാനിമ്മാനെ ആഴ്ചയിൽ കൊണ്ടുപോയിട്ട് ഒരു കുഴിവന്തി വാങ്ങി കൊടുക്കേണ്ടി എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ബാപ്പാനിമ്മാനെയും കൊണ്ട് കൊല്ലത്തിലൊരിക്കൽ ഊട്ടിക്ക് ടൂർ പോയിക്കോളണ്ടി എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം പറയുന്നിടത്തെ ഒന്നാമതായിട്ട് പറഞ്ഞ എന്താ? നിങ്ങൾ എന്തേ മാതാപിതാക്കൾക്ക് ബിരിയാണി കൊടുക്കണമെന്നാ? അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നാ? അല്ല. എൻ്റെ ഒന്നാമതായി പറഞ്ഞാൽ നിങ്ങൾ
വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ ദേഷ്യം പിടിച്ച് സംസാരിക്കരുത് കേട്ടോ. നേരനെ പാപ്പാനിമാനെ കൊല്ലരുത് എന്നല്ല, പട്ടിണിക്കിടരുത് എന്നല്ല, വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കരുത് എന്നല്ല, വൃദ്ധസദനത്തിൽ അയക്കരുത് എന്നല്ല, ബാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ വെറുപ്പോടുകൂടി സംസാരിക്കരുത് കേട്ടോന്ന്. എന്തല്ലേ ഉഫിൻ എന്ന വാക്കിന് നമ്മൾ പഠിച്ച അർത്ഥം എന്താ? എല്ലാവരും പറയും ഉഫിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഛേ. സത്യത്തിൽ ഉഫിൻ എന്ന വാക്കിന് ഡിക്ഷണറി തുറന്നു നോക്കിയാൽ ഛേ എന്നൊരു അർത്ഥമൊന്നുമില്ല. ഉഫിൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ വെറുപ്പ്, നമ്മുടെ അനിഷ്ടം മറ്റൊരാളെ അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ പദത്തിന് പറയുന്ന പേരാ ഉഫിൻ. അതിന് മലയാളത്തിൽ ഛേ എന്ന് പറയും. ഷേ എന്തിനമ്മങ്ങളെ ചെയ്ത്, എന്തിനാ വാപ്പങ്ങളാണ് പോയത്, ഈ ചോദ്യം ഉണ്ടല്ലോ, അതാണ് വലാ തഖുൽ ലഹുമാ ഉഫിൻ. അങ്ങനത്തെ ഒരു സംസാരം പോലും നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ പറഞ്ഞുകൂടാ. അതാണ് നിങ്ങളൊക്കെ നോക്കേണ്ടി. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും നമ്മളെപ്പറ്റി അവരുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നറിയൽ വളരെ അത്യാവശ്യമായ സംഗതിയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അതല്ല നമ്മളോട് വെറുപ്പ് ബാക്കിയാക്കിയാണോ നമ്മുടെ മാതാപിതാക്കൾ കണ്ണടക്കണേ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അറിയണം നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സെന്താണ്. അതറിയാൻ നല്ലൊരു മാർഗ്ഗമുണ്ട്. എന്താ നിങ്ങൾ ഇപ്പോൾ എൻ്റെ വാപ്പാക്ക് ഇപ്പോൾ മൂപ്പര് എൻ്റെ വാപ്പാൻ്റെ അടുത്ത സുഹൃത്താണെങ്കിലേ ഞാൻ മെല്ലെ മൂപ്പരെ പിടിക്കുക, എന്നിട്ട് പറയുങ്ങളേ എൻ്റെ വാപ്പാനോടൊന്ന് ചോദിക്കോ, എന്നെപ്പറ്റി വാപ്പാൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നില്ലേ ഒന്ന് ചോദിച്ചു നോക്കില്ല. അങ്ങനെ എൻ്റെ വാപ്പാനോട് പോയിട്ട് നിങ്ങളെ മൂത്ത മോണ്ടല്ലോ സാക്കർ, എന്തപ്പോ ഓനെപ്പറ്റി എന്തപ്പോ എൻ്റെ നിലപാട്, എന്തപ്പോ എൻ്റെ വിരലുണ്ടോ നോക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴാണേ നമ്മളെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ മനസ്സ് ശരിക്കും അറിയാം. അതങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ ഒരു വാപ്പാക്ക് 2 മക്കളുണ്ട്. മൂത്ത ആൾ പാവാണേ, വാപ്പാനെ നോക്കലും മരുന്നും മുക്കടിയും കുളിപ്പിക്കലും തിരുമ്പലൊക്കെ ഓനാ. ഇളയോണ്ടല്ലോ ആന വളവനാ. മാസത്തിലൊരിക്കൽ ബാപ്പാനെ കാണാൻ വരുമ്പോൾ ഒരു ദശമൂലാരിഷ്ടത്തിൻ്റെ കുപ്പിയും ഒരു 50ൻ്റെ നോട്ടും ബാപ്പാക്കാൻ കൊടുക്കും. എന്നിട്ട് ബാപ്പ എന്താ പറയാറിയോ, വല്യോൻ പൊട്ടനാ, ഓനെ കൊണ്ട് കാര്യമൊന്നുമില്ല, വല്ലോൻ കിട്ടണമെങ്കിൽ മറ്റോൻ വരണത്, ആന വളവനാണേ. 50 ഉറുപ്പിയും ദശമൂലാരിഷ്ടം കൊടുത്ത് ബാപ്പാൻ്റെ മനസ്സും കൊണ്ട് പോയിക്കുക. ബാപ്പാനെ ഫുള്ള് നോക്കണോണ്ടല്ലോ ഓനെക്കുറിച്ച് ബാപ്പ പറഞ്ഞു ഓൻ പൊട്ടനാണ്, ഓൻ അറിയില്ല എന്ന് പറഞ്ഞേ. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കടമകൾ നിർവഹിക്കുക. നമ്മളെ ബാപ്പാനോട് ചോദിക്കുക, അല്ല എന്താ അപ്പം മക്കളെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ബാപ്പിയും പറയില്ല എൻ്റെ മകനെ അടിച്ചു, എൻ്റെ മകനെ ചവിട്ടി, എൻ്റെ മകനെ കുത്തി, എൻ്റെ മകനെ പട്ടിണി കിട്ടു, എൻ്റെ മകനെ ആശുപത്രി കൊണ്ടുപോയില്ല, ഓൻ എന്നെ വൃദ്ധസദനത്തിലാക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ബാപ്പിയമ്മയും പറയില്ല. പിന്നെ എന്താ പറയാ നിങ്ങള്? ഓൻ്റെ വർത്താനം സഹിക്കാൻ വയ്യ, ഓൻ്റെ നാവ് സഹിക്കാൻ വയ്യ, ഓൻ്റെ പെണ്ണുങ്ങളെ വർത്താനം സഹിക്കാൻ വയ്യ, ഓൻ്റെ കുട്ടികളെ വർത്താനം താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് നല്ല വലിയ വീട് ഓൻ കയറ്റിയിട്ടും ഞങ്ങൾ രണ്ടാളും അവിടുന്ന് ഇറങ്ങിയിട്ട് ഈ പഴയ പെരിയിൽ വന്ന് പാർക്കണത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഓലെ വാക്ക്, ഓലെ സംസാരം അത് സഹിക്കാൻ വയ്യ. ഇതന്നെ പ്രശ്നം. നമ്മളെ വാപ്പിമ്മയൊക്കെ ഏറ്റവുമേറെ വേദനിച്ചതേ നമ്മുടെ ചില വാക്കുകൾക്ക് മുമ്പിലാ. നമ്മൾ പറഞ്ഞ ചില മറുപടികൾ, നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ, നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾ, അതിന് മുമ്പിലാണ് നമ്മുടെ ബാപ്പയും ഉമ്മയും കടാര കൊണ്ട് കുത്തേറ്റതുപോലെ പൊളഞ്ഞു പോയത്, കരഞ്ഞു പോയത്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞ് വലാ തഖുൽ ലഹുമാ ഉഫിൻ, അനിഷ്ടത്തിൻ്റെ ഒരു വാക്ക് നിന്റെ മാതാപിതാക്കളോട് പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇതൊക്കെ കേട്ടാലും ഞാൻ എൻ്റെ വാപ്പാനോടും ഉമ്മാനോടും ഇനി നല്ല നിലക്കെ സംസാരിക്കുള്ളൂ എന്ന് മനസ്സിൽ കുറിച്ച് വെച്ചാലും ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും മുമ്പ് കണ്ട് എത്തുമ്പോണ്ട് നമ്മളെ സ്വഭാവത്തിനൊരു മാറ്റം. ഞാൻ ഈ ടീനേജേഴ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോഴേ നാട്ടിലൊരു ഹൈസെക്കിൽ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും മനോഹരമായി സംസാരിക്കൽ ആരോടാണ്? ഒരു കുട്ടി, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒരു മടിയില്ലാതെ പറഞ്ഞു ഞങ്ങളുടെ ലവറിനോടാണ് പറഞ്ഞു. ഒരു സ്നേഹിക്കുന്ന ആണോ പെണ്ണോ ആവട്ടെ അവരോടാണ് ഏറ്റവും നല്ല ചക്കരവർത്തമാനം പറയല്. പിന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഏറ്റവും ദേഷ്യപ്പെട്ട് ഏറ്റവും വെറുപ്പുള്ള മുഖത്തോടു കൂടി നിങ്ങൾ ആരോടാ സംസാരിക്കലേ? ആ കുട്ടി ചാടി എണീറ്റ് പറഞ്ഞേ എൻ്റെ ഉമ്മാനോട് സംസാരിക്കണത്ര റഫായിട്ട്, ഉമ്മാനോട് സംസാരിച്ചത്ര പരുഷായിട്ട്, ഉമ്മാനോട് സംസാരിച്ചത്ര കഠിനമായിട്ട് വേറെ ആരോടെങ്കിലും ഈ ലോകത്ത് നമ്മൾ സംസാരിച്ചിക്കണോ? എന്താ നിങ്ങൾ ഇങ്ങോട്ട് കിട്ടും ചിലപ്പോൾ. ഉമ്മയതുകൊണ്ടേ ഉമ്മ പാവം തിരിഞ്ഞു പോകുള്ളൂ. അതുകൊണ്ട് ഉമ്മാനോട് എന്തും പറയാം. ഉമ്മാനോടൊക്കെ സംസാരിച്ച ചില സംസാരങ്ങൾ ഉമ്മൊക്കെ ചോദിച്ച, മോനെ ഇപ്പം എന്തിനാ പോണത്, ഈ മഴയത്ത് പോയാൽ ജലദോഷം പിടിക്കൂലേ? എന്താ അതിനൊക്കെ നമ്മൾ കൊടുക്കണം മറുപടി അറിയങ്ങൾ.
അല്ലേ? ഭയങ്കര അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടീനോട് ചോദിക്കണേ, മോനെ വാപ്പ പോവട്ടോ, വാപ്പ വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേ വൈകുന്നേരം? കുട്ടി ചോക്ലേറ്റിൻ്റെ പേര് പറഞ്ഞ് അത് കൊണ്ടുവരണം. എത്രണ്ണം വേണ്ടേ? 2 എണ്ണം. ഓന് 2 വരെ എണ്ണാൻ അറിയുള്ളൂ, അതുകൊണ്ട് കഴിച്ചിലായി. ആ ബാപ്പ വരുമ്പോൾ 2 ചോക്ലേറ്റ് കൊണ്ടുവരട്ടോ. മോൻ ബാപ്പാക്കൊരു ഉമ്മാട്ടിക്ക. കുട്ടി ഓടി വന്ന് നമ്മുടെ മുഖത്തൊരു ഉമ്മ തന്നപ്പോൾ ഓ എന്തൊരു സന്തോഷം അറിയങ്ങൾ. ആ സന്തോഷത്തോടെ കാറിലേക്കാണ് കയറുമ്പോൾ ബേക്കുന്നൊരു വിളി, എടാ. ആ ഒച്ച കേൾക്കണ ദേശീയ ഉമ്മയാണ്. എന്തേലും വണ്ടി ബലി ഉണ്ടാവും. തിരിഞ്ഞു നോക്കിയപ്പോണ്ട് വാതിൽ പൊളിയുടെ പിന്നിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുക അമ്മ. ഉമ്മാർക്കൊക്കെ ഇപ്പം നമ്മളോട് സംസാരിക്കാൻ പേടിയാണേ. എന്തേ ഔ ആ എന്തേൻ്റെ ഒരു കനത്തിരങ്ങൾ എന്തേ. പാവമ്മ വിക്കിയ വാക്കുകളിൽ പറഞ്ഞു ഒപ്പിക്കുകയാണ്. പിന്നെ ഉമ്മാൻ്റെ ആ വേദനക്ക് കഴിച്ചിരുന്ന ഗുളിക കഴിഞ്ഞിട്ട് 4 ദിവസമായി. ഇനി അത് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ വേദന പിന്നെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി വൈകുന്നേരം വരുമ്പോൾ 10 ഉറുപ്പ്യക്ക് ആ ഗുളിക വാങ്ങി വരണം കേട്ടോ. നമ്മുടെ കുട്ടി വാങ്ങാൻ ഏൽപ്പിച്ച ചോക്ലേറ്റിൻ്റെ 4-1 വില, ഉമ്മാൻ്റെ ഗുളികക്ക് 10 ഉറുപ്പ്യ. പക്ഷെ നമുക്ക് സഹിച്ചില്ല. തിരിഞ്ഞു നിന്നിട്ട് 2 ഒച്ച. എന്തിനാ ഞങ്ങൾക്ക് മരുന്ന്? പറഞ്ഞാൽ കേൾക്കൂല, ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൂല, മനുഷ്യൻ്റെ പൈസ കളയാൻ വേണ്ടി ഒരു സാധനം. ഐ എന്തൊക്കെയാ പറഞ്ഞില്ലേ പാവമ്മ. കൺകോണുകളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളികൾ മറ്റാരും കാണാതിരിക്കാൻ, ചുണ്ടോളം വന്ന വിതുമ്പലുകൾ മറ്റൊരാൾ അറിയാതിരിക്കാൻ, തലയിലെ പുള്ളിത്തട്ടത്തിൻ്റെ തല കടിച്ചു പിടിച്ച് ചുമരുമ്മ പറ്റിപ്പിടിച്ച് വേദനിക്കുന്ന കാലമർത്തിച്ച വിട്ടി നമ്മുടെ ഉമ്മ തിരിച്ചു നടന്നത് ഇന്നൊന്നിലേക്കല്ലേ അല്ലേ? വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. നിങ്ങൾ കേട്ടത് ഇക്കാരം, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളി ഒന്നും കൂടി അങ്ങോട്ട് കേട്ടളി, നഷ്ടാവൂല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ആ സുഹൃത്തിൻ്റെ ഫോണ് ഉള്ളിന്ന് ഇങ്ങനെ ബെല്ലടിച്ചേ. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നോക്കി എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്, ഉമ്മ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് ആ ഫോൺ എടുക്കട്ടെ. എനിക്ക് അയാളോട് ദേഷ്യം വന്ന്. അയാൾ ഉമ്മ ഫോൺ എടുത്താൽ എന്താ പറ്റുക? ഭാര്യ എടുത്താൽ ചിലപ്പോൾ ചില ഫോൺ കോൾ പ്രശ്നമാവും, ഉമ്മ എടുത്താൽ എന്താ പറ്റുക? പക്ഷേ അയാൾ വീടിൻ്റെ വരാന്തയിലേക്ക് ഓടി കയറും മുമ്പ് അയാൾ പേടിച്ചതുപോലെ അയാൾ ഉമ്മണ്ട് ഫോണുമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ എന്തിനാണ് ഉമ്മാനെ പേടിച്ച്. ഉമ്മാക്ക് പാർക്കിൻസൺസിൻ്റെ അസുഖം. ഉമ്മ ഇങ്ങനെ വരച്ച വരുന്നേ. ഉമ്മാൻ്റെ കയ്യിൽ കിടന്ന വലിയ ഫോൺ ഇങ്ങനെ ബറക്കണേ. എനിക്കെന്നെ പേടി തോന്നി. പേടിച്ചതുപോലെ ആ ഫോൺ കിടക്കണം നിലത്താണ് വീണ്. അന്തം വിട്ടൊരു കുട്ടിയുടെ പോലെ ഉമ്മ ഇങ്ങനെ നിഷ്കളങ്കയായ കുട്ടിയെപ്പോലെ നിൽക്കുക അമ്മ. ഈ മകൻ കുനിഞ്ഞ് നിലത്ത് വീണ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴേ 8 കാലി വല കെട്ടിയതുപോലെ ഫോണിൻ്റെ സ്ക്രീന് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ഉമ്മ അന്തം വിട്ടിക്കുക. ഈ മകൻ ആ ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ടേ ഉമ്മാൻ്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ എൻ്റെ ഫോണ് പഴയ ഫോണ്, ഇത് മാറ്റായിട്ട് എല്ലാവരും എന്നെ കളിയൊക്കെ ഇനി ഉമ്മ അത് പൊട്ടിച്ചെന്നല്ലോ, എനിക്കിഞ്ഞ് നാളെ പുതിയ ഫോൺ വാങ്ങാലോ എന്ന് പറഞ്ഞ് ഉമ്മാനെ ചേർത്ത് പിടിച്ച അയാൾ ഉമ്മാനെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടേ തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് പറയണേ, 65,000 ഉറുപ്പിക ശാക്കര വില ഒരു മാസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളതല്ലല്ലോ പറഞ്ഞേ, നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞേ പഴയ ഫോൺ എന്നല്ലേ. അപ്പോൾ ആ സുഹൃത്ത് പറയണേ, ഉമ്മ നിങ്ങൾ എന്തിനാണ് എൻ്റെ പുതിയ ഫോൺ പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ, ഷാക്കറെ ഞാനിപ്പോൾ അങ്ങാടിക്ക് വിളിച്ചു പറഞ്ഞാലേ 65,000 ഒരു ഫോൺ 5 മിനിറ്റ് കൊണ്ട് എൻ്റെ വീട്ടിലെത്തും. എനിക്കതിന് സാമ്പത്തികമായി കഴിവുണ്ട്. പക്ഷേ ഉമ്മ നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ പൊട്ടിച്ചതെന്ന് ഞാനൊന്ന് കർശനമായി ചോദിച്ചാലേ അതിൻ്റെ ഉമ്മാൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വേദന അത് മാറ്റാൻ 65 ലക്ഷം കൊണ്ട് സാധിക്കോ ഷാക്കറെ? എന്തിനാ നമ്മൾ വേദനിപ്പിക്കണത്? ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ഒരുപാട് ചെറുതായിപ്പോയി. നന്മയുടെ അവസാനിക്കാത്ത നന്മയുടെ ചില കിരണങ്ങൾ ഈ ലോകത്ത് ബാക്കിയുണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങളുടെ മാതാപിതാക്കളോട് ആർദ്രമായ നന്മയുടെ നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. നല്ല വർത്താനം. എന്തായിക്കോട്ടെ, ഉമ്മയും ബാപ്പയും വയസ്സായ അമ്മാനെയും ബാപ്പാനെയും നോക്കലേ ചില്ലറ പണിയൊന്നല്ല, നല്ല പണിയാ. നമ്മൾ വിചാരിച്ചതിൻ്റെ എതിരെ പോലെ വിചാരിക്കുക. നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിന് എതിര് പറയാം. ആയിക്കോട്ടെ, നമുക്ക് സ്വർഗം തരാ, ബദറിലും മുഹദിലും പങ്കെടുത്ത് നടക്കാനുള്ള കൂലി ഈ ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയാൽ തരാന്ന് പറഞ്ഞ വെറുതെ അല്ല, നല്ല പണിയാ. എൻ്റെ ഒരു സുഹൃത്തെ പാവ ഇനി മണൽ പഠിക്കാരനാ, മോന് ബാപ്പല്ല, ബാപ്പ എന്നോ മരിച്ചു വയ്ക്കണ്, ഉമ്മ മാത്രമാണ് നോക്കി വളർത്തിയതേ. അങ്ങനെ പിന്നെ
കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 6 ദിവസം ഒരാഴ്ച പണിക്കൊന്നും പോയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞോ വീണ്ടും മണൽ കോരാൻ പോകൽ തുടങ്ങി. രാത്രി 2 മണിക്കൊക്കെ വരിക. ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിലേക്ക് ശർക്കര വേമ്പ എന്തേ? ഞാൻ വിചാരിച്ചു എന്തേ നോക്കിയാ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഉമ്മ വിളിച്ചിട്ട് വരുന്നില്ല, ഇതൊന്ന് വാ. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം കേട്ടോളിട്ടോ. ഇപ്പം സാധാരണ പെണ്ണ് കെട്ടുന്നതിന് മുമ്പേ 2 മണിക്ക് മണൽ കോരി തണുത്ത് വിറച്ച് വരുന്നവരെ ഈ ഉമ്മ ലൈറ്റ് ഓഫ് ആക്കാതെ ഉറങ്ങാതെ കിടക്കും. വന്ന് വാതിൽമ കൊട്ടുമ്പോൾ അമ്മ എണീറ്റ് ഓൻ്റെ തല തോർത്തി കൊടുത്ത് ഓന് ചോറ് വിളമ്പി കൊടുത്ത് ഉമ്മ അവിടെ ഇരിക്കും. മകൻ ചോറ് തിന്നിട്ട് ഓൻ പോയി കടന്നിട്ട് ഉമ്മ പാത്രങ്ങൾ കഴുകി അടുക്കളയിൽ വെച്ചിട്ട് തിരിച്ച് മകൻ്റെ മുറിയിൽ വന്ന് അവനെ പുതപ്പ് കൊണ്ട് പുതച്ചു കൊടുത്തിട്ട് ഉമ്മ ലൈറ്റ് ഓഫ് ആക്കി പോയി കിടക്കും. ഇതാ എന്നത്തെയും പരിപാടി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം രണ്ടാമത് പണിക്ക് പോയി തുടങ്ങി. ഓൻ വീട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം കൺഫ്യൂഷൻ. എന്താ കൺഫ്യൂഷൻ? ഉമ്മാനെ വിളിക്കണോ പെണ്ണുങ്ങളെ വിളിക്കണോ? രണ്ടാളുണ്ടല്ലോ പെരയിൽ. അപ്പോൾ ഓൻ തോന്നി ഉമ്മ പാവം അത്രയും കാലം എനിക്കും വേണ്ടി ഉറക്കൊഴിച്ചല്ലേ, ഉമ്മ ഉറങ്ങിക്കോട്ടെ. ഓൻ മെല്ലെ പോയിട്ട് പെണ്ണുങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ ജനലൊക്കെ കുട്ടി. അവൾ എണീറ്റ് വന്ന് ലൈറ്റ് ഇട്ട് ചോറ് വിളമ്പി കൊടുത്ത് ഓല് ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് കിടന്ന് ഈ ഉമ്മണ്ടല്ലോ ഉറങ്ങാതെ കിടക്കേനി. മകൻ വരുമ്പോൾ എണീറ്റ് വാതിൽ തുറന്ന് ചോറ് വിളമ്പി കൊടുത്ത് അവനെ പുതപ്പിച്ച് കിടത്താൻ ഉറങ്ങാതെ കിടക്കുന്ന അമ്മ പെട്ടെന്ന് മനസ്സിലാക്കി എൻ്റെ മകൻ എന്നെ വേണ്ടാതെ ഇരിക്കണ്, ഓന് വേറെ ആളെ കിട്ടിയിരിക്കണ്. രാവിലെ നിസ്കാര കുപ്പായം 2 കൂട്ടം കുണി കുപ്പായം പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ട് ഉമ്മ പോയി. ഞാൻ പിന്നാലെ ചെന്ന് ഉമ്മ ഇങ്ങളെങ്ങോട്ടാ പോണേ? ഉമ്മ പറഞ്ഞു ഇനി ഞാനെന്തിനാ, ഓനാളായില്ലേ, ഓന് ഞാൻ വേണ്ടല്ലോ, ഞാനും ഓളും ജീവിച്ചോട്ടെ, ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം. ആ മകനെ കുറ്റപ്പെടുത്താൻ പറ്റും? അങ്ങനെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളോട് ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ, നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടാവും. കാരണം അവർ വൃദ്ധന്മാരാണ്. തലച്ചോറിൻ്റെ ശേഷി ചുരുങ്ങി പലതും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചില ആൾക്കാർ പറയേ എൻ്റെ ഇടങ്ങേറിൻ്റെ അമ്മാക്കാൻ മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാവൂല. ഒരു വയസ്സായിക്കണേ, ഓലെ തലച്ചോറ് ചുരുങ്ങി വരിക, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബാപ്പാക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് നമ്മളെ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി നമ്മൾ അവർക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നത്. വേണ്ടാത്ത ഒരു വാക്ക് ആ മാതാപിതാക്കൾ, നമ്മൾ അവരെ വിഷമിപ്പിക്കുന്ന നമ്മൾ കാരണത്താൽ ഒരു തുള്ളി കണ്ണീര് ഭൂമിയിൽ വീഴരുത് അവരുടേത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ നിങ്ങൾ മാതാപിതാക്കളെ ഇടങ്ങേറാക്കിയ വേദനിപ്പിച്ച മക്കൾക്ക് ഈ ലോകത്ത് അവരുടെ മക്കളിൽ നിന്ന് അതനുഭവിച്ചിട്ടേ ഓൾക്ക് മരിച്ചു പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അത് ഈ ലോകത്തിൻ്റെ ഒരു ചരിത്ര ഒരു കഥ ഉണ്ടല്ലോ. നിങ്ങൾ വായിച്ചില്ല കഥ? ഒരു വാപ്പ ഒരു വീട്ടിൽ വല്യച്ഛനും വല്യച്ഛൻ്റെ മകനും ആ മകൻ്റെ മകനും അങ്ങനെ 3 തലമുറ ജീവിക്കുന്ന വീടാണ്. അതിൽ വല്യച്ഛൻ മരിച്ചപ്പോൾ വല്യച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ സാധനമൊക്കെ പാടെ വേസ്റ്റ് അച്ഛൻ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുപോയിട്ട്, പിന്നെ വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? മകനുണ്ട് ഈ വലിച്ചെറിഞ്ഞ വേസ്റ്റിൽ എന്തോ കാര്യമായിട്ട് തെരയണ്. അപ്പം അച്ഛൻ വന്ന് മകൻ്റെ അടുത്തിരുന്ന് ചോദിച്ചത്രേ, നീ എന്താ മോനെ തെരയണേ? അപ്പോൾ മോൻ പറഞ്ഞു, നമ്മളെ വല്യച്ഛന് കഞ്ഞി കൊടുത്തിരുന്ന ഒരു നെളുങ്ങിയ അലുമിനിയ പാത്രമല്ലേ, അത് വലിച്ചെറിഞ്ഞിക്കണ്, ഞാൻ അതൊന്ന് തെരഞ്ഞു നോക്കിയതാ. അപ്പോൾ അച്ഛൻ ചോദിച്ചു മോനോട്, മോന് വല്യച്ഛനോട് അത്ര ഇഷ്ടമായിരുന്നോ വല്യച്ഛൻ്റെ പാത്രമൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ? മോൻ പറഞ്ഞു, വല്യച്ഛനോട് ഇഷ്ടമായിട്ടൊന്നല്ല, വല്യച്ഛന് അച്ഛൻ കഞ്ഞി കൊടുത്തിരുന്നത് ഈ നെളുങ്ങിയ പാത്രത്തിലല്ലേ. ഇനി അച്ഛന് വയസ്സാവുമ്പോൾ അച്ഛന് കഞ്ഞി തരാൻ ഒരു നെളുങ്ങിയ പാത്രം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് അച്ഛന് കഞ്ഞി തരാൻ വേണ്ടി ഈ നെളുങ്ങിയ പാത്രം ഞാൻ പാത്തു വെക്കും എന്ന് പറഞ്ഞ മക്കൾ. അതൊരു കഥയാണെങ്കിലും വർത്തമാനകാലത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ കാണട്ടെ, നമ്മളെ വാപ്പാനും ഇമ്മാനെയും നമ്മളെങ്ങനെ നോക്കുന്നുണ്ട് അത് കാണട്ടെ. അത് കണ്ടിട്ട് നമ്മളെ അവർ ഉപേക്ഷിക്കുകയില്ല എന്ന നല്ല തീരുമാനം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ പറ്റൂല. ഇപ്പോൾ ഈ ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ ചേർത്തിരുത്തിട്ടേ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുമായി അവരെ ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ മക്കൾ പോകും. അത് ചേർത്ത് വെക്കണമെങ്കിലേ നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയമിടിപ്പ് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്തെ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരു ടൂറ് അനൗൺസ് ചെയ്ത്, മൈസൂരിലേക്കാണ് ടൂറ്. 125 റുപ്യാണ് കൊടുക്കണ്ടേ. 2 ദിവസത്തെ മൈസൂർ യാത്ര 125 റുപ്യ. അപ്പം ടൂറിൻ്റെ ഇത് ക്ലാസ്സിൽ വായിച്ചപ്പോഴേ ഞാനേ ശ്രദ്ധിച്ചതല്ല,
കാരണം ഒരു ദിവസം 15 റുപ്യ കൂലിക്ക് കൂലിപ്പണിയെടുത്ത് ഞങ്ങൾ 9 മക്കളെ നോക്കാൻ്റെ മകനായ എനിക്കൊന്നും ജീവിതത്തിൽ ടൂറൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ടൂറ് കേട്ടതേ അല്ല. ഇടയ്ക്കിടയ്ക്ക് അധ്യാപകർ കുട്ടികളെ കൂട്ടാൻ വേണ്ടി മൈസൂരത്തെ ആ ചിത്രങ്ങളൊക്കെ ആയിട്ട് വന്നത് പാലസാണ്, ഇത് മറ്റേ ചാമുണ്ടിയാണ്, ഇത് ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പ്രലോഭിപ്പിക്കും. ഞാൻ അയിമക്ക് നോക്കലല്ല. കാരണം ആ ടൂർ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ എന്നും കുട്ടികളെ കൂട്ടി ടൂറിൻ്റെ മെജ പറഞ്ഞ് സ്കൂളിൽ ഫുള്ള് ടൂർ തന്നെ. ഞാനത് കേൾക്കല്ല. ഞാനും ഇന്ന പോലത്തെ സാധുക്കളൊക്കെ വേഗം ഇറങ്ങിപ്പോരല്ല. ഒരു ദിവസം പറഞ്ഞ് നാളെയാണ് ടൂറ് പോണേ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് സ്കൂൾ വിടുകയാണ്. അപ്പോൾ നമുക്ക് സന്തോഷമാണ്, ഉച്ചക്ക് പെരി പോകാമല്ലോ. അതിൽ മാഷ് പറഞ്ഞ് ടൂറ് പോണ കുട്ടികൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കണം, അല്ലാത്തവരൊക്കെ പോയിക്കോളി പറഞ്ഞ്. ഞാനൊക്കെ സന്തോഷത്തോടെ ബുക്ക് എടുത്ത് കണ്ട് പുറത്തേക്ക് ചാടിയപ്പോൾ മാഷ് ഷാക്കിറോളവാ ഈ പറഞ്ഞേ കേട്ടില്ലേ? എന്ത് കേട്ടില്ലേ? ടൂറ് പോണ കുട്ടികൾ. ഞാൻ പറഞ്ഞു ഞാൻ ടൂറ് പോകണില്ലല്ലോ. നീ ടൂറ് പോകണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ടൂറ് പോകണില്ല, എൻ്റെ വാപ്പാൻ്റെ അടുത്ത് പൈസ അല്ല. മാഷ് പറഞ്ഞു ഇന്നലെ അന്തിക്ക് എൻ്റെ വാപ്പ 125 റുപ്യ കൊണ്ടുവന്നിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ അന്തം വിട്ട് സ്വപ്നത്തിൽ എന്ന പോലെ ഞാനൊരു ബെഞ്ചിൻ്റെ തലക്ക പോയിട്ട് അങ്ങനെ ഇരുന്ന് മാഷ് ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ എടുക്കണ്ടേ, എപ്പോഴാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ ഇരുന്ന് പടച്ചോനെ എൻ്റെ മാസ്റ്റർക്ക് പേച്ചതേ. കാരണം ഞാനാവൂല എന്ന് ഉറപ്പിച്ച് ഞാനാവൂല, അത് മാസ്റ്റർക്ക് ആൾ മാറിയതാന്ന് ഉറപ്പിച്ച് ഞാൻ. അങ്ങനെ സ്കൂൾ വിട്ട് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ അസർ നിസ്കരിക്കാൻ വേണ്ടി ഹൗലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അന്തം വിട്ട് ഒന്നുകൊടുക്കുമ്പോഴേ എൻ്റെ വാപ്പ പണിയെടുക്കുന്ന തെങ്ങും തോട്ടത്തിൻ്റെ മുതലാളി ഒരു ആചാര്യണ്ട്. ആ ആചാര് അപ്പുറത്ത് നിസ്കരിച്ച് ഇന്നെ ഇവിടെ പറഞ്ഞ് ഇത് ടൂറ് പോകണ്ടില്ലേ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കേണ്ടല്ല. ഞാൻ മാഷും പറഞ്ഞു ആചാര്യ, ഞാൻ പറഞ്ഞ് അങ്ങനെ മാഷ് പറഞ്ഞു ടൂറ് പോകണമെന്ന് പറഞ്ഞിക്കണ്, പൈസ വാപ്പ കൊടുത്തിക്കണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ആചാര്യ ചോദിച്ചേ എൻ്റെ വാപ്പ ടൂറ് പോകാൻ എങ്ങനെ പൈസ കൊടുത്താൽ എനിക്കറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല പറഞ്ഞു. ആചാര്യ പറഞ്ഞേ എൻ്റെ വാപ്പ എൻ്റെ അടുത്തുനിന്ന് 125 റുപ്യ കടം വാങ്ങിക്കണ്. ആ 125 റുപ്യ കടം വീട്ടാൻ 8 ദിവസം എൻ്റെ വാപ്പ എൻ്റെ പറമ്പിൽ കൂലി വാങ്ങാതെ പണിയെടുക്കും. 8 ദിവസത്തെ കൂലി അഡ്വാൻസ് വാങ്ങിക്കണേ എനിക്ക് ടൂർ പോകാൻ. നീ 2 ദിവസം മൈസൂർ പോയി സുഖിക്കാൻ എൻ്റെ ബാപ്പ 8 ദിവസം കൂലി വാങ്ങാതെ എൻ്റെ പറമ്പിൽ പണിയെടുക്കുക കേട്ടോ, മറക്കണ്ട, വലിയതാവുമ്പോൾ ഒന്ന് ഓർത്തോളുണ്ടെന്ന് പറഞ്ഞ ആചാര്യ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് കുറിച്ച് വെച്ചതാ. ഞാൻ വലുതാകുമ്പോൾ എൻ്റെ വാപ്പയോട് ഞാൻ അതിന് പ്രത്യുപകാരം ചെയ്യണമെന്നില്ലേ. നമ്മുടെ മക്കള് അവർ തീരുമാനിക്കണം. അത് അവർ തീരുമാനിക്കണമെങ്കിലേ നമ്മുടെ പെരുമാറ്റത്തിൽ അത് കാണണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, അവരെ കൂടെ ഇരുത്തുന്നത്, അവരുടെ കവളത്തൊരു ഉമ്മ കൊടുക്കുന്നത്, മുടിയടകളിൽ തലോടുന്നത്, അവർ രോഗിയാകുമ്പോൾ ഒലിച്ചിറങ്ങുന്ന കൊഴുത്ത ഉമിനീര് സ്വന്തം കൈകൊണ്ട് തുടച്ചു മാറ്റുന്നത്, അവരുടെ മലമൂത്ര വിസർജ്യങ്ങൾ പോകുമ്പോൾ സ്വന്തം കൈകൊണ്ട് അത് കഴുകി വൃത്തിയാക്കുന്നത് നമ്മുടെ മക്കൾ കാണട്ടെ. അല്ലെങ്കിൽ അറപ്പുള്ള ഒരു ലോകത്ത് നാളെ നമ്മൾ കുഴഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ വിട്ടുനിൽക്കും അല്ലേ. പുണ്യം നിറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ്. ആ വീടിൻ്റെ വരാന്തയിൽ സന്തോഷം നിറഞ്ഞ എൻ്റെ മക്കളെക്കുറിച്ച് സംതൃപ്തമായ മനസ്സോടെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ആ വീട് മനോഹരമാണ്. ഇനിയുണ്ട് കാരണങ്ങൾ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയാവണം, മക്കൾ എങ്ങനെയാവണം. നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുടുംബത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണ് എന്ന് പഠിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൽ സ്വഭാവിയല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവൻ സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. എൻ്റെ സഹോദരന്മാരെ, നാട്ടുകാരോടൊക്കെ ചിരിച്ചു കളിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ജീവിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ കടുന്നല് കുത്തിയ മുഖവുമായിട്ടാണ് നിങ്ങൾ കയറി ചെല്ലുന്നത് എങ്കിൽ സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിങ്ങളെ ഭാര്യമാരോടാണ്, മറക്കരുത്. ഭാര്യമാരെ, അള്ളാന്റെ ഹബീബ് പറയണേ, ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേറെ ഒരു മനുഷ്യന് അനുവാദം കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. അത്ര കടപ്പാടുണ്ട്. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭർത്താവിനോട് ചോദിക്കാതെ ഒരു ഭാര്യ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല.
നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര കൂലുള്ള കാര്യമാണ്. പക്ഷെ ഭർത്താവിനോട് ചോദിക്കണം, നാളെ ഞാൻ നോമ്പ് നോൽക്കട്ടെ, അത്ര ഉണ്ട് കടപ്പാട്. അത് വളരെ വിശാലമായ ഒരു ലോകമാണ്. എനിക്ക് പോവേണ്ടതുണ്ട്, പലർക്കും പോവേണ്ടതുണ്ട്, സമയത്തിൻ്റെ പ്രയാസമുണ്ട്. ഇൻഷാ അള്ളാഹു ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും നമുക്ക് നൽകുന്നുവെങ്കിൽ നമുക്ക് ഇനിയും കേൾക്കാനും പറയാനും ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. സുന്ദരമായ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കുടുംബത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. കുടുംബത്തിൽ നിന്നും ആട്ടിയകറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പ്രയാസപ്പെട്ട് നെഞ്ചുപൊട്ടി ജീവിക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ നമുക്ക് കൺകുളിർമയായി അള്ളാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. നമ്മളെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുണ്ടാവാതെ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പരലോകത്തെ അല്ലാഹു വെളിച്ചത്തിൻ്റെതാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ രോഗികളാണ്, വൃദ്ധന്മാരാണ്, പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ റബ്ബേ, സമാധാനം നൽകണമേ റബ്ബേ, ഞങ്ങളെക്കുറിച്ച് തൃപ്തി നൽകണമേ റബ്ബേ. ആ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണവർ. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ റബ്ബേ. വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകണമേ റബ്ബേ. ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തികമായ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, ബർക്കത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ സമ്പത്തിലും വരുമാനത്തിലും വിശാലത കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ കുടുംബത്തിൽ നിന്ന് സമാധാനം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, സ്വാലിഹായ മക്കളെ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, മക്കൾ വഴിപിഴച്ചു പോകുന്നതിൽ വേവലാതിപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളായി വളർത്തണമേ റബ്ബേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്ന്, മാനക്കേടിൽ നിന്ന്, കടത്തിൻ്റെ വർധനവിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, തൗബ ചെയ്യുവാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, മാതാപിതാക്കളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ റബ്ബേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.